പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. വിശ്വാസ രഹസ്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവെ, അങ്ങയുടെ ആഗമനം ഈ ലോകത്തെ തന്നെ നവീകരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. സ്ഥൈര്യലേപനത്തിലൂടെ, തൈലാഭിഷേകത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ റൂഹായുടെ വലിയ കൃപകൾ ഞങ്ങളെയും നവീകരിക്കുന്നു. ദൈവവചനം പഠിക്കാനും അത് ഗ്രഹിക്കാനും അവിടുത്തെ റൂഹായാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ശ്ലീഹന്മാർക്ക് അവിടുന്ന് നൽകിയ അങ്ങയുടെ അഭിഷേകമാകുന്ന പരിശുദ്ധാത്മാവ് അവരെ വിശ്വാസരഹസ്യങ്ങൾ ഈശോ പഠിപ്പിച്ചവ വീണ്ടും ഓർമ്മിപ്പിക്കുകയും അവ പ്രഘോഷിക്കാൻ ശക്തരാക്കുകയും ചെയ്തു. കർത്താവെ, അവിടുത്തെ വചനം പഠിക്കപ്പെടുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയുടെ പരിശുദ്ധാരൂപി വലിയ ശക്തിയോടെ വസിക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മധ്യേയുള്ള, ഞങ്ങളെ നയിക്കുന്ന, ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ സ്വരത്തിനെ കാതോർക്കാൻ, പരിശുദ്ധാത്മാവിൽ നിന്ന് പഠിക്കാൻ, സ്വീകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖകളുടെ പഠനമാണ്. അതിൽ രണ്ടാമത്തെ പ്രമാണരേഖയായ ദൈവവചനത്തെക്കുറിച്ചുള്ള പ്രമാണരേഖയുടെ പഠനമാണ്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ദൈവവചനത്തെ തന്നെ നേരിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നു, പഠനവിധേയമാക്കുന്നു. ദൈവവചനത്തെക്കുറിച്ചുള്ള പഠനം വളരെ സുദീർഘവും വിപുലവുമാകിയാൽ അതിൻ്റെ കുറച്ച് സംശയം ഉളവാക്കാവുന്ന മേഖലകളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ആദ്യം നമ്മൾ ഉൽപ്പത്തി ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ കുറച്ച് ക്ലാസ്സുകൾ വിശുദ്ധഗ്രന്ഥത്തിലെ പല ദുർഗ്രഹ സ്വഭാവമുള്ള വചനങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ഉപയോഗിച്ചു. ഈ അവസാനത്തെ ക്ലാസ്സുകളിൽ നമ്മൾ വെളിപാട് പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിചയപ്പെട്ടതുപോലെ വെളിപാട് പുസ്തകം ഒരു മാന്ത്രിക ഗ്രന്ഥമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചില അപകടങ്ങൾ, അത്ഭുതങ്ങൾ, ലോകാവസാനം തുടങ്ങിയവ ഒളിച്ചു വെച്ചിരിക്കുന്ന, ഡീകോഡ് ചെയ്തെടുക്കേണ്ട ഒരു പുസ്തകമോ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. സുവിശേഷങ്ങൾ പോലെ, ലേഖനങ്ങൾ പോലെ മറ്റൊരു ഇടയലേഖനമാണ് ഈ വെളിപാട് പുസ്തകം എന്ന് നമുക്ക് മനസ്സിലായി. കാരണം അതിൻ്റെ ആരംഭത്തിൻ്റെ പ്രത്യേകതകളും അഭിസംബോധനയും ഒക്കെ കൂടി ചേർന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഇടയലേഖന സ്വഭാവമുള്ള, എന്നാൽ ദൈവിക രഹസ്യങ്ങളൊക്കെ ധ്യാനിക്കുന്ന, വിശുദ്ധ യോഹന്നാനിലൂടെ ധ്യാനിച്ചതിൻ്റെ ഒരു ധ്യാനാനുഭവമാണ് അത്. വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ദൈവിക വെളിപാടിൻ്റെ ഒരു അപ്പോകാലിപ്റ്റിക് രൂപമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ ഹൃദയഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൻ്റെ ഹൃദയഭാഗം അത് 7 സഭകൾക്കുള്ള കത്തുകളാണ്. ഒരു കത്തിനകത്ത് 7 കത്തുകൾ. അതാണ് ഈ വെളിപാട് പുസ്തകത്തിനുള്ള 7 സഭകൾക്കുള്ള കത്തുകളുടെ സ്വഭാവം. നമുക്കറിയാം, സുവിശേഷത്തിന് ശേഷം അപ്പസ്തോല ശ്ലീഹന്മാരുടെ നടപടി പുസ്തകം, അതിനുശേഷം പിന്നീടുള്ളതെല്ലാം കത്തുകളാണ്. ഈ കത്തുകളെല്ലാം എഴുതിയത് സഭകൾക്കാണ്. കൊറിന്തോസിലെ സഭയ്ക്ക്, എഫെസോസിലെ സഭയ്ക്ക്, ഗലാത്തിയയിലെ സഭയ്ക്ക് എന്നിങ്ങനെ വിവിധ സഭകൾക്കാണ് ഈ കത്തുകൾ എഴുതപ്പെടുന്നത്. അവയുടെ തലവന്മാരാൽ, അവരുടെ ശ്ലൈഹിക അധിപന്മാരാൽ എഴുതപ്പെടുന്ന കത്തുകളാണിത്. അതുപോലെ തന്നെ ഈ വെളിപാട് പുസ്തകവും ഒരർത്ഥത്തിൽ കത്തുകളാണ്. ഇനി അത് ആർക്കെഴുതിയ കത്തുകൾ എന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ മിശിഹായുടെ ശ്ലീഹ ലോകം മുഴുവനുമുള്ള സഭകൾക്ക് എഴുതിയ കത്ത് തന്നെയാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് തന്നെ അതിനൊരു സാർവലൗകിക, ഒരു കാത്തലിക് നേച്ചറുണ്ട്. ഈ കത്ത് വെളിപാട് പുസ്തകത്തിന്റെ ഈ കത്ത് അത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ അന്തസ്സത്തെ വീണ്ടും വിശദീകരിക്കുന്നതാണ്. എവിടെ? ഇൻ ദ ലിവിങ് കോണ്ടെക്സ്റ്റ് ഓഫ് ദ ചേർച്ചസ്. തിരുസഭയുടെ സഭയുടെ അല്ലെങ്കിൽ വിവിധ പ്രദേശങ്ങളിൽ വളർന്നു തുടങ്ങിയ പ്രാദേശിക സഭകളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സുവിശേഷ സത്യത്തെ, മിശിഹ സംഭവത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ഈ ഓരോ കത്തുകളും. ഇനി വെളിപാട് പുസ്തകം എന്ന് പറയുന്ന അവസാനത്തെ പുസ്തകം അത് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ മറ്റൊരു കത്താണ്. ആ കത്തിന്റെ ഒരു പ്രത്യേകത, ആ കത്ത് അതിന്റെ ഹൃദയഭാഗത്ത് 7 സഭകൾക്കുള്ള കത്തുകൾ ഉൾച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. 7 സഭകൾക്കുള്ള കത്തുകൾ ഉൾച്ചേർത്തിരിക്കുന്ന വലിയൊരു കത്താണ് അത്.
എന്തുകൊണ്ടാണ് ഏഴ് സഭകൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. 7 സഭകൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പാരമ്പര്യങ്ങളുണ്ട്. ഒന്ന്, വിശുദ്ധ യോഹന്നാൻ അജപാലന ശുശ്രൂഷ നടത്തിയിരുന്ന വിശുദ്ധ യോഹന്നാന്റെ കീഴിൽ നിന്ന് പോലെ ഉണ്ടായിരുന്ന സഭകളാണവ എന്നത് ഒരു കാരണമാകാം. 7 പ്രധാനപ്പെട്ട സഭകളെ പെറുക്കിയെടുത്ത് സംസാരിക്കുന്നു എന്നുള്ള കാരണമാകാം. ഇനി അതിൻ്റെയൊക്കെ അപ്പുറത്ത് തിയോളജിക്കലായിട്ടുള്ള റീസൺ ഒരു പക്ഷേ 7 എന്നുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യുന്നത് വഴി അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്ന സംഖ്യയായതുകൊണ്ട് സഭകൾക്ക് മുഴുവനും എന്ന അർത്ഥം നൽകാൻ വേണ്ടി, മുഴുവൻ സഭയ്ക്കും, ആഗോള സഭയ്ക്ക് മുഴുവനും വേണ്ടി എന്ന അർത്ഥം നൽകാൻ വേണ്ടി 7 സഭകൾ എന്ന ഒരു ന്യൂമറിക്കൽ ക്രമീകരണം, വെളിപാടിന്റെ പ്രത്യേകതയാണത് എന്ന് നമ്മൾ കണ്ടു. സംഖ്യാപരമായ പ്രതീകങ്ങൾ, അങ്ങനെ തുടങ്ങിയ പലതരം പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന്റെ ഒരു പ്രതീകാത്മക ഭാഷ ഉപയോഗിക്കുന്ന വെളിപാട് പുസ്തകം 7 എന്ന നമ്പർ നിജപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുമ്പം അത് മുഴുവൻ സഭകളെ, പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു, എല്ലാ സഭകളോടും പറയാനുള്ള കാര്യങ്ങൾ എന്നതാണ് അതിന്റെ ഉള്ളർത്ഥം. ഇനി ഈ 7 സഭകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമുക്ക് ഓരോ സഭയെക്കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ ഒരു ചെറിയ പ്രാദേശിക പ്രത്യേകത പറയാൻ പറ്റും. ഓരോ സഭയോടും വിശുദ്ധ യോഹന്നാൻ സംസാരിക്കുന്നത്, മിശിഹായുടെ വെളിപാടിലൂടെ സംസാരിക്കുന്നത് ആ ദേശത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെടുത്തിയാണ്. ഉദാഹരണം പറഞ്ഞു ഇപ്പൊ കേരളത്തോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പൊ കേരളം അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ്. അപ്പം ഇങ്ങനെ പറയാമെന്ന് വെച്ചു, കേരളത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നിനക്ക് നീ കേരളത്തിന്റെ സ്വന്തം നാടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമല്ലോ. അതിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അവരോട് പറയുന്നു. എന്നതിന് സമാനമായി നമുക്കിപ്പോൾ ഇന്ന് അജ്ഞാതമാണ് ഇതൊക്കെ. അന്നത്തെ ജോഗ്രഫിക്കൽ, കൾച്ചറൽ, സോഷ്യൽ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവരുടെ പ്രത്യേകതകൾ അറിയുന്ന സഭയുടെ അധ്യക്ഷൻ വിശുദ്ധ യോഹന്നാൻ ആ നാടിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെടുത്തി അവർക്കുള്ള കുറവുകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും പറയുന്നതാണ് ഈ വെളിപാട് പുസ്തകത്തിലെ 7 സഭകളോട് സംസാരിക്കുന്ന കാര്യം. ഇവയ്ക്കൊരു പൊതു സ്വഭാവമുണ്ട്. എന്നാൽ ഓരോ സഭകളോടും പ്രത്യേകം കാര്യങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ എഴുതി അറിയിക്കുന്നത്. എന്നിട്ട് ഈ കത്തുകൾ മുഴുവനും, എല്ലാ സഭയ്ക്കുള്ള കത്തുകൾ എല്ലാ സഭകളിലും വായിക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ രസം. എല്ലാ സഭകളിലും ഈ കത്ത് എന്ന് പറഞ്ഞാൽ എഫെസോസിലെ സഭയ്ക്കുള്ളത് എഫെസോസിലെ സഭയിൽ മാത്രമല്ല, എല്ലാ സഭയിലും, സ്മരണയിലും ഒക്കെ വായിക്കപ്പെടും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സഭയോടാണ് പറയുന്നതെങ്കിലും അതെല്ലാ സഭകൾക്കും ബാധകമാണ്. എന്നാൽ ഒരു കോൺക്രീറ്റ് സിറ്റുവേഷനിൽ അത് കൂടുതൽ ആപ്ലിക്കബിളുമാണ്. ഇതാണ് ആ കത്തുകളുടെ ഒരു ഈ വെളിപാട് പുസ്തകത്തിന്റെ ഒരു പൊതു പ്രത്യേകത. അതിനകത്തുള്ള 7 കത്തുകളുടെ പ്രത്യേകത. അപ്പം ഈ 7 കത്തുകൾ കൊച്ചു കത്തുകളാണ്. 1, 2, 3 പാരഗ്രാഫുകളൊക്കെ വരുന്ന പോലത്തെ ചെറിയ കത്തുകൾ. ഈ ഓരോ കത്തുകളും ഇതിനകത്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പൊ അത് ആഗോള സഭയോടുള്ള സംഭാഷണമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് യഥാർത്ഥത്തിൽ കാത്തലിസിസത്തിന്റെ തന്നെ ഒരു ദൃശ്യരൂപമാണ്. വെളിപാട് പുസ്തകത്തിന്റെ കാലം ഒക്കെ എന്ന് പറയുമ്പോഴേക്കും അത് ഏതാണ്ട് സഭകൾ വളർന്നിരിക്കുന്ന കാലഘട്ടമാണ്. സഭകൾ വളർന്ന് ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ റോമ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ അത് ലോകം മുഴുവനും പടർന്നു കഴിഞ്ഞു. ലോകം മുഴുവനും വിടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആഗോള കത്തോലിക്ക സഭയുടെ ആഗോള സ്വഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുടെ ആലങ്കാരികമായി ഈ കത്ത് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്? ഓരോ സഭകളെക്കുറിച്ചും പറയുന്നു, അതൊരു കത്തിൽ തന്നെ പറയുന്നു. എന്ന് വെച്ചാൽ അതെന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, വ്യക്തിസഭകളുടെ കൂട്ടായ്മയായിരിക്കുന്ന കത്തോലിക്ക സഭയെ അത് സൂചിപ്പിക്കും. വ്യക്തിസഭകളുടെ കൂട്ടായ്മയായിരിക്കും കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു ഒറ്റ സഭയാണ്. എന്നാൽ അത് സഭകളുടെ കമ്മ്യൂണിയനാണ്, കൂട്ടായ്മയാണ്. അപ്പം സഭകളുടെ കമ്മ്യൂണിയൻ ഒരിക്കലും ഏകസഭയെ ഇല്ലായ്മ ചെയ്യില്ല. എന്ന് വെച്ചാൽ ഒരു സഭ, കർത്താവിന്റെ ഏകസഭ, ഏകശരീരമാകുന്ന സഭ എന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കലും വിവിധ 24 വ്യക്തിസഭകൾ ഉണ്ടായിരിക്കുന്ന കത്തോലിക്ക സഭയുടെ 24 വ്യക്തിസഭകൾ ആണ് എന്നുള്ളത് അതൊരു വിഭജനത്തിന്റെ അടയാളമല്ല. അത് വിഭജിക്കപ്പെടുന്നതുമില്ല. പകരം എന്താണ് സംഭവിക്കുന്നത്? അത് മിശിഹായുടെ ഏക ശരീരത്തിന്റെ മനോഹാരിതയായിട്ടാണ് മാറുന്നത്. അപ്പൊ ആ മനോഹാരിതയെ സൂചിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തന്നെ അലിഖിതമായ എന്ന് പറയുന്നത് നേരിട്ട് എഴുതാതെ സൂചിപ്പിക്കപ്പെടുന്ന ദൃശ്യമായ ഒരു വലിയ അത്ഭുതകരമായ അടയാളമാണ് വെളിപാട് പുസ്തകം. പ്രത്യേകിച്ച് അതിന്റെ 2-ാമത്തെ അധ്യായത്തിനകത്ത് സംസാരിക്കുന്ന വിഷയം തന്നെ ഇതാണ്. ഓരോ സഭകളെയും വ്യക്തിപരമായി അറിയുന്ന മിശിഹ, ഓരോ സഭകളോടും പ്രത്യേകം സംസാരിക്കുന്ന മിശിഹ, എന്നാൽ എല്ലാ സഭകളെയും പരിഗണിക്കുന്ന മിശിഹ. ഇതാണ് വെളിപാട് പുസ്തകത്തിലെ ഈ 7 സഭകളോടും സംസാരിക്കുന്ന മിശിഹായുടെ ദർശനത്തിലൂടെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ട് ഈ 7 സഭകളുടെ സ്വഭാവങ്ങൾ, 7 സഭകൾക്കുള്ള കത്തുകൾ അത് പഠനവിധേയമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ വളരെ ലളിതമാണത്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു 6 പ്രത്യേകതകൾ ഈ കത്തുകൾക്ക് പൊതുവിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനൊരു കോമൺ സ്ട്രക്ചർ ഉണ്ട്.
ഒരു കത്ത് ഇന്നത്തെ പണ്ട് കാലത്ത് നമുക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. പണ്ട് കാലത്തെ കത്തുകൾ എഴുതിയിരുന്ന ഒരു കാലം എന്ന് ഓർത്ത് ആദ്യം നമ്മൾ സല്യൂട്ടേഷൻ ഉണ്ട്, പ്രിയപ്പെട്ട ജോസഫ് ചേട്ടൻ അറിയുന്നതിന് എന്നൊക്കെ പറഞ്ഞ് എഴുതും. അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾക്കെല്ലാം സുഖമാണ് എന്നൊക്കെ ചുമ്മാ നമ്മളങ്ങ് നിർബന്ധമായിട്ട് അങ്ങ് എഴുതുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലാത്തതിനാൽ കത്തി ചുരുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സ്ട്രക്ചർ, ഒരു കാര്യം നമ്മളൊരു ലേഖനം എഴുതുവാണെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ലേ, ആമുഖം എഴുതുന്നു, പിന്നെ അതിന്റെ കണ്ടന്റ് എഴുതുന്നു, ഉപസംഹാരം എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഈ 6 കത്തുകൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്ന ഒരു പഠനവിധേയമാക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യം. അത് അതിൽ തന്നെ ഒരു ആത്മീയ ഉപയോഗത്തിന് അത്ര പ്രധാനപ്പെട്ടൊന്നുമല്ല, എന്നാലും ആ കത്തുകളുടെ ഒരു പൊതു സ്വഭാവത്തെ കുറിച്ച് അറിയുന്നില്ല. ഒന്നാമത്തെ ഒരു അഭിസംബോധനയാണ്. എപ്പോഴും ഒരു അഭിസംബോധനയോടുകൂടെ ആണ് ആരംഭിക്കുന്നത്. ഉദാഹരണം എഫേസസിലെ സഭയുടെ ദൂതന് എഴുതുക. ഓരോ സഭയ്ക്കും ഓരോ ദൂതനുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ കത്തുകൾ രചിക്കപ്പെടുന്നത്. ആരംഭിക്കുന്നതാണ് എഫേസസ് സഭയിലെ ദൂതന് എഴുതുക. അപ്പോൾ ഓരോ സഭകളെയും പരീക്ഷിക്കുന്ന ദൈവത്തിന്റെ ദൂത് നൽകുന്ന, ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ദൂതനുണ്ട് എന്ന സങ്കല്പം ഇതിന്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ കാണും. ഓരോ സഭകളെയും സംരക്ഷിക്കുന്ന ഒരു ദൂതൻ, നമ്മളൊരു വ്യക്തിയുടെ കാവൽമാലാഖ എന്ന് പറയുന്നത് പോലെ ഒരു സഭയുടെ കാവൽ ദൂതനെ പോലെ ഒരാൾക്കാണ് ഇത് എഴുതുന്നത് എന്നാണ്. ഇനി അതിന്റെ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആ വ്യക്തിസഭയുടെ അധികാരിക്ക് എഴുതുന്നു എന്നുള്ള അർത്ഥവും അതിനുണ്ട്. അതിന്റെ അധികാരിക്ക് എഴുതുന്നു എന്നുള്ള അർത്ഥവുമുണ്ട്. അതൊരു ഒരു അദൃശ്യമായ അർത്ഥമാണ് അത്. ഒന്നാമത്തേത് അഭിസംബോധനയാണ്. ആ സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കത്തുകൾ ആരംഭിക്കുന്നത്. രണ്ടാമത്തേത് ഒരു പ്രത്യേക തരത്തിലുള്ള മിശിഹായുടെ ചിത്രം അവതരിപ്പിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തരത്തിൽ നിൽക്കുന്ന മിശിഹ. ഇപ്പൊ ഉദാഹരണത്തിന് 7 ധൂപപീഠങ്ങൾക്ക്, സ്വർണ്ണ ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള മിശിഹ. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിശിഹ ചിത്രം അവതരിപ്പിക്കുന്ന ഒരു ശൈലി ഇതിനകത്ത് നമ്മൾ കാണും. അഭിസംബോധന ചെയ്ത ശേഷം ഇങ്ങനെയുള്ള ഒരു മിശിഹായെ അവതരിപ്പിച്ചുകൊണ്ടാണ് തുടർന്ന് സംസാരിക്കുന്നത്. ഇത് ഓരോ സഭകളെ കുറിച്ച് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിയുമെങ്കിൽ ഈ 2-ാം അധ്യായം, വെളിപാട് പുസ്തകത്തിന് 2-ാം അധ്യായം തുറന്നു വെച്ചിരിക്കുക തന്നെ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ഓരോ ഭാഗവും വായിക്കുമ്പോൾ ഈ പറഞ്ഞ 6 സ്വഭാവങ്ങളും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തേത് ഒരു വിലയിരുത്തലാണ്. അവരുടെ ജീവിതത്തെ വിലയിരുത്തും. എങ്ങനെയാണ് നിങ്ങൾ പോകുന്നത്, നിന്നെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിന്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന മട്ടിൽ ഓരോ വ്യക്തിസഭയുടെയും സ്വഭാവം വിലയിരുത്തും. അവരുടെ ജീവിതം, ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതം അതിനെ വിലയിരുത്തും. അത് കഴിഞ്ഞിട്ട് അവരോട് മാനസാന്തരത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്യും. എന്ന് വെച്ചാൽ നീ ഇപ്പൊ പോണ പോലെ പോയാൽ പോരാ, നീ ഇന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, നീ മാനസാന്തരപ്പെടണം, മനസ്സ് തിരിയണം, തിരിച്ചു നടക്കണം. ഇങ്ങനെ തുടങ്ങുന്ന ഒരു മാനസാന്തരത്തിന്റെ ആഹ്വാനം, അത് കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. ഇപ്പോൾ മാനസാന്തരത്തിന്റെ ആഹ്വാനം നൽകുന്നത് കാണും. ചില കാര്യങ്ങളൊക്കെ താക്കീത് കൊടുക്കുന്നത് നമ്മൾ കാണും. ഇനി 5-മത്തെ എന്താണ്? വാഗ്ദാനങ്ങളാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് എന്താണ്? സ്വർഗരാജ്യത്തിന്റെ മഹത്വം. ഇങ്ങനെ തുടങ്ങുന്ന ചില വാഗ്ദാനങ്ങൾ നൽകുന്നതായിട്ട് നമ്മൾ ഓരോ സഭയ്ക്കുള്ള കത്തിനകത്തും കാണും. ഇനി അവസാനമായിട്ട് എന്താണ്? അവസാനം പരിശുദ്ധ റൂഹായ്ക്ക് ചെവി കൊടുക്കാനുള്ള ആഹ്വാനം ഈ കത്തുകളുടെ ഒക്കെ പൊതു സ്വഭാവമാണ്. ആത്മാവിനെ കേൾക്കുക, പരിശുദ്ധ റൂഹായെ കേൾക്കുക, ആത്മാവിന്റെ സ്വരത്തിന് കാതോർക്കണം സഭകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കത്തുകളൊക്കെ അവസാനിപ്പിക്കുന്നത്. ഇത് ഈ കത്തുകളുടെ ഒരു പൊതു സ്വഭാവമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. ഇനി ഈ യോഹന്നാൻ, വിശുദ്ധ യോഹന്നാൻ ഈ ഏഷ്യ മൈനറിലെ എഫെസോസിൽ നിന്ന് ആരംഭിച്ച് ലവോദിക്കയിൽ എത്തിച്ചേരുന്ന ഒരു സഞ്ചാര പദത്തിലൂടെ എന്നതുപോലെയാണ് ഈ കത്തുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന 7 സഭകളും ഏതാണ്ട് ഒരു നേർരേഖയിൽ എന്നതുപോലെ അടുത്തടുത്തടുത്ത് യാത്ര ചെയ്ത് പോകാവുന്നതാണ്. അപ്പം എഫെസസ് മുതൽ ആരംഭിച്ച് അതങ്ങ് യാത്ര ചെയ്ത് ലവോദിക്കയിൽ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഒരു യാത്രയിലൂടെയാണ് എന്ന മട്ടിലാണ് ഈ 7 സഭകൾക്കുള്ള കത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഓരോ കത്തുകളും വായിച്ചു പോകാം. ഇത് നമ്മൾ വെറുതെ പൊതുവിൽ പറയുന്നതിനേക്കാൾ ഒത്തിരി പ്രധാനപ്പെട്ടതാണ് കത്തുകൾ വായിക്കുക എന്ന് പറയുന്നത്. മിശിഹായുടെ ദർശനത്തിലൂടെ യോഹന്നാൻ സഭകൾക്ക് എഴുതിയ കത്തുകൾ സഭാംഗങ്ങളായ നമ്മൾ ഓരോരുത്തരും വായിക്കേണ്ടതാണ്, വായിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് അന്നത്തെ സഭയ്ക്ക് അത് എഴുതിയതാണെങ്കിലും ഇന്നത്തെ സഭയ്ക്കും ഇത് പൂർണ്ണമായും സ്വീകാര്യമാകേണ്ടതാണ്. എന്ന് വെച്ചാൽ ഇത് കാലാതീതമായ സ്വഭാവം വിശുദ്ധ ഗ്രന്ഥത്തിനുണ്ട്, ദൈവം നൽകുന്ന ദർശനത്തിനുണ്ട്, വെളിപാട് പുസ്തകത്തിനുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പം നമ്മളെയും അത് ബാധിക്കും. നമുക്കും ആത്മശോധനയ്ക്ക് വിധേയമാകാനുള്ള വക അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കും, നമ്മളെന്ന വ്യക്തികൾക്കും വ്യക്തി സഭകൾക്കും അതിൽ നിന്ന് ഒത്തിരി പഠിക്കാനുണ്ട്, ബോധ്യപ്പെടാനുണ്ട് എന്നതാണ് അതിന്റെ കാര്യം.
നമുക്ക് ആരംഭിക്കാം. 2-ാമത്തെ അധ്യായത്തിലാണ്. എഫെസോസിലെ സഭയ്ക്ക് എന്ന് ടൈറ്റിലൊക്കെ നമ്മൾ മലയാളം ബൈബിളിനകത്ത് നമ്മൾ കാണും. ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക, തന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് 7 ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ ഇപ്രകാരം പറയുന്നു. നോക്കുക, മിശിഹായെ അവതരിപ്പിക്കുകയാണ്. ആദ്യം അഭിസംബോധന, അതിനുശേഷം മിശിഹായെ അവതരിപ്പിക്കുന്നു. തന്റെ വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സർവ്വ അധികാരമുള്ള പ്രകാശഭരിതനായ മിശിഹ, ദീപപീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ എന്ന് വെച്ചാൽ ലോകത്തിന്റെ പ്രകാശമാകുന്ന വെളിച്ചത്തിന്റെ പൂർണ്ണതയുള്ള 7 സ്വർണ്ണദീപപീഠങ്ങൾ, മഹത്വമുള്ള അമൂല്യമായ പ്രകാശത്തിന്റെ മധ്യേ വിരാജിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. മിശിഹായെ സൂചിപ്പിക്കുന്നതാണത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഇപ്രകാരം പറയുന്നു. എഫെസോസിനോട് പറയുന്നത് എന്താണ്? നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും നിന്റെ സഹനശക്തിയും ദുഷ്ടനെ നിനക്ക് സഹിക്കാനാവില്ലെന്നും ഞാൻ അറിയുന്നു. വിലയിരുത്തുകയാണ് നാടിനെ. ഇനി ഈ വിലയിരുത്തൽ മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോ കത്തും എഴുതുന്ന സഭയുടെ പ്രാദേശിക പ്രത്യേകതകളെ കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. ഓരോ പ്രദേശത്തിനും ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ പശ്ചാത്തലത്തിലാണ് ഇത് എഴുതപ്പെടുന്നത്. ഈ എഫെസോസിന്റെ പ്രത്യേകത എന്താണ്? എഫെസോസ് ഈ പറയുന്ന സഭകളിലെ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, ശക്തമായ നഗരമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു അതിരൂപതയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മറ്റ് സഭകളുടെ തലവൻ ആയിരിക്കുന്ന സഭ പോലെ ഒരു പ്രാധാന്യം ഈ എഫെസോസിലെ സഭയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഇനി അടുത്ത കാര്യം എന്താണ്? ഏഷ്യ മൈനറിലെ ഏഷ്യയിലെ എല്ലാ സഭകളുമായി കണക്ട് ചെയ്യുന്ന ഒരു വലിയ രാജപാത അത് ഈ എഫെസോസിൽ നിന്ന് ആരംഭിക്കുമായിരുന്നു. അവിടെ നിന്ന് ആരംഭിച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ രാജപാത പോകും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ആരംഭം കുറിക്കുന്ന ഒരിടമായിട്ട് അത് കണക്കാക്കപ്പെട്ടിരുന്നു. അതുപോലെ ഇതൊരു വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ എഫെസോസ്. ഈ പട്ടണങ്ങളെല്ലാം പൊതുവിൽ അങ്ങനെയാണ്. പഴയ കാലത്തെ അന്നത്തെ ഒരു റോമൻ ഗ്രീക്ക് കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായിരുന്നു അത്. അതോടൊപ്പം തന്നെ അതൊരു പ്രധാനപ്പെട്ട തീർത്ഥ കേന്ദ്രം കൂടിയായിരുന്നു. ആര് തീർത്ഥകേന്ദ്രമാണ്? അർത്തമിയസ് എന്ന് പറയുന്ന, ഈ ലത്തീനിലാണ് ഡയാന എന്ന് പറയുന്ന ദേവതയുടെ വലിയ ടെമ്പിൾ ഉള്ള സ്ഥലമാണത്. ആ ടെമ്പിളിലേക്ക് ഒത്തിരി തീർത്ഥാടനം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം വലിയ വാണിജ്യ കേന്ദ്രമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഏഷ്യയിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ തിയേറ്ററിനെയാണ് ഈ ആംഫി തിയേറ്റർ എന്ന് പറയുന്നത്. അങ്ങനത്തെ വലിയ ഒരു 50,000 പേർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന വളരെ വലിയ തിയേറ്ററൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ അത്രമാത്രം പ്രസിദ്ധമായിരുന്നു എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെയൊക്കെ ഉള്ളർത്ഥം. അതൊരു ഒരു തുറമുഖ നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ കച്ചവടത്തിനൊക്കെ ആയിട്ട് അവിടെ വരും. കച്ചവടമൊക്കെ ഇങ്ങനെ പൊടിപിടിക്കും. അതോടൊപ്പം തന്നെ ധാരാളം തിന്മകളും. എല്ലാ തുറമുഖ പട്ടണങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അത് ഒത്തിരി അധാർമികതയുടെയും അസന്മാർഗികതയുടെയും കൂടാരമായിരുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അനോണിമസ് ആയിട്ടുള്ള ആളുകൾ വന്നു പോകുന്നു. ഒരു തുറമുഖ പട്ടണം, അപ്പം അവിടെ ടൂറിസ്റ്റുകൾ പോലത്തെ ആളുകൾ വരും, കച്ചവടക്കാർ വരികയും പോവുകയും ചെയ്യുള്ളൂ. അപ്പൊ ആർക്കും ആയിട്ടും കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല സ്ഥലമാണ്. അവിടെ ഈ അവർക്ക് സാധനങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ അവർക്ക് ലൈംഗികത വിൽക്കാനും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അസന്മാർഗികത, കുത്തഴിഞ്ഞ ജീവിതം, പുതിയ സാധനങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂടി സംഗമിക്കുന്ന ഒരു പ്രത്യേക കൾച്ചർ ഈ തുറമുഖ പട്ടണങ്ങൾക്കുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ പ്രത്യേകത. ഇനി അതുപോലെ തന്നെ ഈ ഡയാന ദേവിയുടെ ടെമ്പിൾ അത് വളരെ പ്രസിദ്ധമായ ഒരു ടെമ്പിൾ ആയിരുന്നു. ആ ടെമ്പിളിനോട് ബന്ധപ്പെട്ടും ഈ ലൈംഗിക അരാജകത്വവും ഒക്കെ ഒത്തിരി നടന്നിരുന്നു. അതുപോലെ തന്നെ ഈ ടെമ്പിൾ ഒത്തിരി കുറ്റവാളികൾക്ക് അഭയം നൽകിയിരുന്ന സ്ഥലമാണ് എന്നൊരു പാരമ്പര്യം കൂടിയുണ്ട്. ഒത്തിരി കുറ്റവാളികൾക്കൊക്കെ അവരുടെ ദേവാലയത്തിൽ കയറിയിട്ട് അവരെ ആരും പിടിച്ചുകൊണ്ടൊന്നും പോകില്ലാത്തതുകൊണ്ട് എല്ലാത്തരം കുറ്റവാളികൾക്കും ഇത് അഭയം നൽകിയിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ 3 വർഷത്തിൽ കൂടുതൽ അവിടെ താമസിച്ച് സുവിശേഷം പ്രസംഗിച്ചിരുന്നു. അതിനെക്കുറിച്ച് വളരെ സുദീർഘമായ മനോഹരമായ പരാമർശം അപ്പസ്തോല പ്രവർത്തനത്തിനകത്തുണ്ട്. അപ്പസ്തോല പ്രവർത്തനം എടുക്കാം. അതിന്റെ 19-ാമത്തെ അധ്യായം മുഴുവനും ഈ എഫെസോസിലെ പൗലോസ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തെ കുറിച്ചാണ്. ഇത് ഇന്ന് സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ എഫെസോസ് 19-ാമത്തെ അധ്യായം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ശാന്തമായിട്ടിരുന്ന് വായിക്കുന്നത് നല്ലതാണ്. ഞാൻ അതിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. പൗലോസ്ലീഹയുടെ എഫെസോസിലെ ശുശ്രൂഷ എന്തുമാത്രം ശക്തമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 19-ാമത്തെ അധ്യായം 2-ാം തിരുവചനം വായിക്കാമോ? 1-ാം തിരുവചനം, ഉൾനാടുകളോട് സഞ്ചരിച്ച് എഫെസോസിൽ എത്തിയെന്നാണ്. അവിടെ അവൻ ഏതാനും ശിഷ്യന്മാരെ കണ്ടു. എന്നിട്ട് അവരോട് ചോദിച്ചു
നിങ്ങൾ വിശ്വാസികളായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവോ? അവർ പറഞ്ഞു, ഇല്ല, പരിശുദ്ധാത്മാവോ എന്നൊന്ന് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല. അവൻ ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? അവർ പറഞ്ഞു, യോഹന്നാന്റെ സ്നാനം. അപ്പോൾ പൗലോസ് പറഞ്ഞു, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് നോക്കുക, സ്നാപയോഹന്നാന്റെ സ്നാനവും സ്വീകരിച്ചിട്ടുള്ള ആളുകളാണിത്. അവര് ഈശോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വഴിയൊരുക്കിയവനെയാണ് കേട്ടിട്ടുള്ളത്. നേരിട്ട് മിശിഹായെ കേട്ടിരുന്ന പൗലോസ്ലീഹ ചെല്ലുന്ന സമയത്ത് 5-ാം തിരുവചനം വായിച്ചേ. അവർ ഇത് കേട്ട് കർത്താവായ ഈശോയുടെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാരൂപി അവരുടെ മേൽ വന്നു. അങ്ങനെ പൗലോസ്ലീഹായിൽ നിന്ന് നേരിട്ട് തൈലാഭിഷേകം സ്വീകരിച്ചിട്ടുള്ള, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള ആളുകളായിരുന്നു അത്. അവരെത്ര പേരാണ് മാമോസ സ്വീകരിക്കുകയും തൈലാഭിഷേകം സ്വീകരിക്കുകയും ചെയ്തത്? അത് രസകരമാണത്. ബാക്കി വായിക്കാമോ? അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അവർ ഏകദേശം 12 പേരുണ്ട്. ഏതാണ്ട് സ്ലീഹന്മാരെ പോലെ ഒരു 12 പേരാണ് ഏറ്റവും ആദ്യം ഈ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു അവര്. ആ യോഹന്നാന്റെ ശിഷ്യന്മാർ പിന്നീട് പൗലോസിന്റെ ശിഷ്യന്മാരാകുന്നു. അപ്പസ്തോലന്മാരുടെ നമ്പറിന് തുല്യമായ ഒരു സംഘം ആളുകൾ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ ചിലരത് വിശ്വസിക്കാനായിട്ട് താല്പര്യപ്പെടാതിരുന്നു. ഈ 12 പേരും പൗലോസ്ലീഹായും കൂടെ കൂടിയിട്ട്, ഈശോയും 12 അപ്പസ്തോലന്മാരും എന്നതുപോലെ ഈ പൗലോസും 12 സഹായികളും കൂടെ കൂടിയിട്ടാണ് ഈ എഫെസൂസില് ശക്തമായിട്ട് സുവിശേഷത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്നത്. എന്നിട്ട് 12-ാമത്തെ തിരുവചനം വായിച്ച് പൗലോസ് ഈ എഫെസൂസിൽ നടക്കുന്ന ഒരു അത്ഭുതമാണത്. 12-ാം തിരുവചനം. അവന്റെ ശരീരസ്പർശനമേറ്റ അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അശുദ്ധാത്മാക്കളൊക്കെ പുറത്തു പോകുകയും ചെയ്തു. പൗലോസിന്റെ വസ്ത്രങ്ങൾ തൊട്ടപ്പോ തന്നെ അശുദ്ധാത്മാക്കൾ പുറത്തു പോകുകയും ചെയ്തു. സത്യത്തിൽ നമ്മൾ തിരുശേഷിപ്പ് വണക്കം, ഇന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ തിരുനാളാണ്. തിരുശേഷിപ്പ് വണക്കം, അതിന് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു അടിസ്ഥാനമുണ്ട്. എന്ന് വെച്ചാൽ വിശുദ്ധരുടെ അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൂടെ പോലും അവരുടെ വിശുദ്ധിയുടെ പരിമളവും അവരുടെ ദൈവത്തോടുള്ള ബന്ധവും അവരിലൂടെ പ്രസരിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അവരുപയോഗിക്കുന്ന വസ്തുക്കളിൽ പോലും പ്രകടമായിരുന്നു ആണ് എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇന്നും നമുക്കറിയാലോ തിരുശേഷിപ്പുകളൊക്കെ നമ്മൾ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് സഹായകരമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നു. നോക്കുക, പൗലോസ്ലീഹായുടെ ശരീരത്തിൽ സ്പർശിച്ച തൂവാലുകൾ പോലും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവരുമ്പം അതൊക്കെ വിട്ടുപോകുക ചെയ്തിരുന്നു. പിശാചുബാധ അപ്പൊ അത് കണ്ടപ്പോൾ പിശാചുകളെ വിട്ടുപോകുന്ന കണ്ടപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ചില യഹൂദർ എന്ത് ചെയ്തു? അവർ പോയിട്ട് പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ ഈശോയുടെ നാമമൊക്കെ ഒന്ന് ഉപയോഗിച്ചു പോയി. കാരണം ഇതെന്തോ പുതിയ മന്ത്രമാണ് എന്നാണ് അവർ വിചാരിച്ചത്. ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന പോലെ പുതിയൊരു മന്ത്രം കിട്ടിയേക്കണം, അപ്പൊ ഞാൻ ആ മന്ത്രം ഉപയോഗിച്ചേക്കാം എന്ന് പറഞ്ഞാണ് ഈ യഹൂദര് ഇതുപോലെ പിശാചുകളെ ഒഴിപ്പിച്ചിരുന്ന യഹൂദര് പുതിയൊരു മന്ത്രം ഉപയോഗിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ പിശാച് വിട്ടുപോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ചെയ്തപ്പം ഈ സ്കെവയുടെ 7 പുത്രന്മാരും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ആ നേരത്ത് ഭയങ്കര രസകരമായി ഈ സാത്താൻ ഇത്രയും ലോജിക്കലായിട്ട് സംസാരിക്കുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെ കാണുന്നത്. വളരെ ലോജിക്കലായിട്ട്, വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സാത്താൻ തിരിച്ചു ചോദിക്കുന്നത്. കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. സാത്താൻ തിരിച്ചു ചോദിക്കുകയാണ്, എന്നാൽ അശുദ്ധാത്മാവ് അവനോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, ഈശോയെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ഇതാണ് സാത്താന്റെ ചോദ്യം. അതായത് ഈശോയുടെ നാമത്തിൽ, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ സാത്താനെ പുറത്തു പോകുമെന്ന് പറഞ്ഞ് യഹൂദര് പോയിട്ട് പിശാചിനെ പുറത്താക്കാൻ നോക്കിയപ്പം സാത്താൻ വളരെ കൂളായിട്ട് തിന്നിട്ട് ചോദിക്കുകയാണ്, ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ ഈശോ ഇല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾക്കറിയത്തില്ലായിരിക്കും. പൗലോസിനെ എനിക്കറിയാം, അവന്റെ അപ്പസ്തോലനാണ്, പക്ഷെ നിങ്ങൾ ആരാണ് എന്നാണ് ചോദ്യം. എന്താണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം? ഈശോ മിശിഹായുടെ പൗരോഹിത്യ അധികാരത്തെ എനിക്കറിയാം, പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അധികാരത്തെ എനിക്കറിയാം, അത് പൗലോസിന് മെത്രാഭിഷേകം വഴി നൽകപ്പെട്ടിരിക്കുന്നു എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ പങ്കാളിത്തം ഉള്ളത് എന്നാണ് സാത്താൻ തന്നെയും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തമായി ഈ സഭയുടെ അധികാരത്തെ, പൗരോഹിത്യത്തിന്റെ അധികാരത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന, ഇതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന സാത്താനെ നമ്മൾ ഭയങ്കര ശ്രദ്ധയോടെ കാണാവുന്ന ഒരു സ്ഥലമാണ് ഈ എഫെസൂസിൽ. എഫെസൂസിൽ വെച്ചാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടോ എന്നിട്ട് മാത്രമല്ല, അശുദ്ധാത്മാവ് ആവശ്യത്തിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറെ സംഭവങ്ങൾ. എന്നിട്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടന്നത് ശ്രദ്ധേയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടത്തുന്നുണ്ട്. അതാണ് 18-ാം തിരുവചനത്തിൽ വായിക്കുന്നത്. കൂടാതെ വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ്, നോക്കുക, കുമ്പസാരം, മാനസാന്തരം നടന്ന ഒരു സ്ഥലമാണ്, വലിയ മാനസാന്തരം നടന്ന സ്ഥലമാണത്. അവര് വിശ്വാസം സ്വീകരിച്ച ഒത്തിരി ആളുകൾ വന്നിട്ട് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരം നടത്തി. ഒന്ന്. രണ്ടാമത്തെ എന്താണ്?
ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണെ അഗ്നിക്കിരയാക്കി. അവരുപയോഗിച്ചിരുന്ന മന്ത്രവാദ പുസ്തകങ്ങളൊക്കെ, ഗ്രന്ഥങ്ങളൊക്കെ, അന്നത്തെ കാലത്ത് ഗ്രന്ഥത്തിന്റെയൊക്കെ വില ഭയങ്കരമാണ്. വളരെ റെയർ ആയിട്ടുള്ള അവരുടെ നിധിയാണ്. അവരുടെ ഉപജീവനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രവാദ ഗ്രന്ഥങ്ങളൊക്കെ. അതൊക്കെ ഉപയോഗിച്ചാണ് ഇവർ മാന്ത്രിക വിദ്യകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതെല്ലാ ഗ്രന്ഥച്ചുരുളുകളും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, എല്ലാവരും കാണുക കൂട്ടിയിട്ട് കത്തിച്ചു. അങ്ങനെ ഒരു വലിയ സംഭവം എഫേസോസിലെ സഭയിൽ നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിച്ച വിശ്വാസം എന്തൊരു വിശ്വാസമാണെന്ന് ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവർ സ്വീകരിച്ച വിശ്വാസം അവരുടെ ആദ്യമ നാളുകൾ എന്തുമാത്രം തീക്ഷ്ണതയുള്ളതായിരുന്നു, മാനസാന്തരം എന്തൊരു ശക്തമായിരുന്നു. അവർക്കിനി മടങ്ങി പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഇതെല്ലാം കൊണ്ടൊന്ന് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞിരുന്നത്. അങ്ങനത്തെ ഒരു സഭാ സമൂഹം. അങ്ങനെയാണ് അവിടെ സഭ വളർന്നു വന്നത്. ഇനി അവിടെ അതിന്റെ മെത്രാൻ ആരായിരുന്നറിയോ? മെത്രാൻ ആരായിരുന്നു? 1 തിമോത്തിയോസ് 1:3 വായിക്കാം. 1 തിമോത്തിയോസ് 1:3. ഞാൻ മെക്കദോമയയിലേക്ക് പോയപ്പോൾ നിന്നോട് ആവശ്യപ്പെട്ടതുപോലെ നീ എഫേസൂസിൽ താമസിക്കുക. കണ്ടോ, നീ എഫേസൂസിൽ താമസിക്കുക. ആരോടാണ് ഇത് പറയുന്നത്? തിമോത്തിയോസിനോടാണ് പറയുന്നത്. അവിടുത്തെ മെത്രാൻ തിമോത്തിയോസ് ആയിരുന്നു. അത് തന്നെയാണ് അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായത്തിനകത്ത് 22 നമ്മൾ കാണുന്നത്. അവൻ തന്റെ സഹായികൾ 2 പേരായ തിമോത്തിയോസിനെയും എറാസ്തോസിനെയും മക്കദോനിയയിലേക്ക് അയച്ചിട്ട് കുറഞ്ഞാൾ ഏഷ്യയിൽ താമസിച്ചു എന്നൊക്കെ പറയും. അപ്പൊ തന്റെ സ്വന്തം സഹചാരിയായിരുന്ന തിമോത്തിയോസിനെയാണ് പൗലോസ് ലീഹ അവിടുത്തെ മെത്രാനായിട്ട് വാഴിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് പൗലോസിന്റെ ഇടമായിരുന്നു അത്. തിമോത്തിയോസ് അവിടുത്തെ പ്രഥമ മെത്രാനായിരുന്നു എന്നാണ് നമുക്കറിയാവുന്ന. അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ബിഷപ്പ് അത് തിമോത്തിയോസ് ആയിരുന്നു. ഇനി വീണ്ടും അവിടെ ഒരു വെള്ളിപ്പണിക്കാരുടെ ലഹള ആണ് പിന്നീട് കാണുന്ന ഒരു കാര്യം. ഇവര് അനേകരെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 26-ാം തിരുവചനം. എന്നാൽ കൈകൊണ്ടുണ്ടാക്കിയ ദൈവങ്ങളെ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പൗലോസ് എന്ന ഈ മനുഷ്യൻ എഫെസോസിൽ മാത്രമല്ല ഏഷ്യയിലാകെ വളരെ പേരെ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. കണ്ടോ, ഏഷ്യയിൽ ഒത്തിരി പേരെ അവൻ വഴിതെറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സുശേഷ പ്രഘോഷണം ഭയങ്കര ശക്തമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. 28-ാം തിരുവചനം നമ്മൾ വായിക്കും. ഇത് കേട്ടപ്പോൾ അവർ കോപാക്രാന്തരായി വിളിച്ചു പറഞ്ഞു, എഫേസോസുകാരുടെ അർത്തമിയോസ് മഹോന്നതയാണ്. നഗരത്തിൽ മുഴുവൻ ബഹളമായി. അവരെല്ലാം കൂടി പൗലോസിന്റെ സഹയാത്രികരെ കൂടിയിട്ട് തടഞ്ഞു വെക്കുകയും ഭയങ്കര ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. വലിയൊരു ബഹളം, നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലത്തെ ഒരു ബഹളം. ആ സമയത്ത് പൗലോസ് ഇടപെടുന്നതും അവിടുത്തെ അധികാരികൾ ഇടപെടുന്നതും ജനക്കൂട്ടത്തെ പതുക്കെ ശാന്തമാക്കി പിരിച്ചുവിടുന്നതും ഒക്കെ സംസാരിച്ചുകൊണ്ടാണ് 19-ാം അധ്യായം അവസാനിക്കുന്നത്. ഈ 19-ാം അധ്യായം മുഴുവനും ഈ എഫെസോസിലെ സഭയുടെ വലിയ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നതാണ്. മാത്രമല്ല, ഈ എഫെസോസില് വിശുദ്ധ യോഹന്നാൻ പരിശുദ്ധ കന്യകാമറിയത്തോടൊപ്പം ദീർഘകാലം താമസിച്ചിരുന്നതായിട്ടൊരു പാരമ്പര്യമുണ്ട്. എഫെസോസില് പരിശുദ്ധ കന്യകാമറിയത്തോടു കൂടെ ഈ യോഹന്നാൻ സ്ലീഹ ഒത്തിരി കാലം അവിടെ താമസിച്ചിരുന്നു എന്നൊരു പാരമ്പര്യം കൂടിയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു സഭയാണ് എഫെസോസിലെ സഭ. ഈ സഭയോട് എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്, നിന്റെ പ്രവൃത്തികളും നിന്റെ പ്രയത്നങ്ങളും നിന്റെ സഹനശക്തിയും ദുഷ്ടനെ നിനക്ക് സഹിക്കാനാവില്ലെന്നും ഞാൻ അറിയുന്നു. നിന്റെ ഒത്തിരി നന്മകൾ ഞാൻ അറിയുന്നു. അടുത്തത്, സ്ലീഹന്മാരെന്ന് സ്വയം പറയുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ അവർക്ക് ഒരു വിവേചന ശക്തി ഉണ്ടായിരുന്നു. യഥാർത്ഥ സ്ലീഹന്മാരെ ഇപ്പൊ നമ്മൾ മുമ്പ് കണ്ടു, ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കാനായിട്ട് വന്ന യഹൂദരെ നമ്മൾ കണ്ടില്ലേ. അതുപോലെ പല വിധത്തിൽ ആളുകൾ എന്ന് പറഞ്ഞാൽ ഈശോയുടെ നാമത്തിൽ, പൗലോസ് പ്രസംഗിക്കുന്ന ഈശോയുടെ നാമത്തിൽ പിശാചിനെ ബഹിഷ്കരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾ, ഇതുപോലെ പലതരത്തിലുള്ള വ്യാജ സ്ലീഹന്മാരെയൊക്കെ വിവേചിച്ചറിയാനും അവരിൽ അകന്നു നിൽക്കാനും ഒക്കെയുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നു. എന്റെ നാമത്തെ പ്രതി ഭാരം വഹിച്ചിട്ട് നീ തളർന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ അനേകം വലിയ കലാപങ്ങളും ലഹളകളും ഒക്കെ ഉണ്ടായി. യഹൂദര ശക്തമായ എതിർപ്പ് ഇവര് നേടേണ്ടി വന്നു. അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ആദിമസഭ മുഴുവനും, പ്രത്യേകിച്ച് ഈ എഫെസോസിലെ സഭയും കടന്നുപോയിട്ട്. അങ്ങനെയൊക്കെ പോയിട്ട് നീ തളർന്നില്ല എന്ന് പറഞ്ഞിട്ട് വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യപ്പെട്ടുള്ളതായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഒരു വചനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. വായിക്കാമോ? അത് 4-ാം തിരുവചനം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നുണ്ട് എന്നാണ് പുതിയ പരിഭാഷ. നിനക്കെതിരെ ഒന്ന് പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു. അതാണ് പ്രശ്നം. നിനക്കെതിരെ പറയാനുള്ളത് എന്താണ്? നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു കളഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക, മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നോക്കുക,
അതിനാൽ എനിക്ക് നിനക്കെതിരെ ഒന്ന് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു. ഈ ആദ്യ സ്നേഹത്തെക്കുറിച്ചാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ വായിച്ചത്. അവരുടെ ആദ്യ സ്നേഹം എന്തുമാത്രം തീവ്രമായിരുന്നു. പൗലോസിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ മുതൽ അവർ വലിയ തീക്ഷ്ണമായ ജീവിതമാണ് നയിച്ചത്. അവർക്കുണ്ടായിരുന്ന ഉപജീവനത്തിന്റെ മാർഗങ്ങളും എല്ലാം കൊണ്ട് കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞ് മാനസാന്തരപ്പെട്ട് തീക്ഷ്ണമതികളായ ഒരു വലിയ സഭാസമൂഹം അവിടെ ഉയർന്നു വന്നു. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവിടുത്തെ സഭ എന്തുമാത്രം ശക്തമായിരുന്നു. അതുപോലത്തെ ഒരു സഭ. പക്ഷേ കാലക്രമത്തിൽ എന്തുപറ്റി? ആദിമ ചൈതന്യം മെല്ലെ നഷ്ടപ്പെടുത്തി. ഇത് എഫെസോസിലെ സഭയ്ക്ക് മാത്രമല്ല, ലോകത്തിലെ എല്ലാ സഭകൾക്കും എല്ലാ സഭാംഗങ്ങൾക്കും ബാധകമായ വിഷയമാണ്, ആത്മീയ വിഷയമാണ്. എല്ലാ സഭകൾക്കും സഭാംഗങ്ങൾക്കും ഇത് ബാധകമാണ്. ആദിമ വിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും അത് ശ്രദ്ധേയമാണ്. നമ്മൾ വിശ്വാസ പരിശീലനം നേടിയിരുന്ന ബാല്യകാലത്തിൽ, വളരെ ചെറുപ്പത്തിൽ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയോടുകൂടെ വളർന്നു വന്ന കാലഘട്ടത്തിൽ, കുഞ്ഞുനാളിൽ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ കാലഘട്ടത്തിൽ, വിശ്വാസ പരിശീലനം നേടിയ കാലത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ആ വിശ്വാസം ഇപ്പോഴും ഉണ്ടോ എന്ന് എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. പൗരോഹിത്യം സ്വീകരിച്ച ഞങ്ങളൊക്കെ ആണെങ്കിൽ പൗരോഹിത്യം സ്വീകരിക്കുന്ന സമയത്തുള്ള ആ ജ്വലനം അത് എപ്പോഴും ഉണ്ടോ എന്ന് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. എപ്പോഴും ഈ ആദിമ പരിശുദ്ധിയും ആദിമ തീക്ഷ്ണതയും ഒക്കെ മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാ സഭകൾക്കും ബാധകമാണ്, എല്ലാ സഭകൾക്കും അത് ബാധകമാണ്. അത് അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ഏകാഗ്രതയും ജാഗ്രതയും എല്ലാ സഭകൾക്കും നമുക്കും ഉണ്ടാകണമെന്നാണ് ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഉൾപ്പൊരുൾ. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കുക, ഇവിടെ അത് വളരെ ക്ലിയർ ആണ്. നിന്റെ ആദ്യ സ്നേഹം നീ ഉപേക്ഷിച്ചു. ഇതാണ് നിനക്കെതിരെ എനിക്ക് പറയാനുള്ളത്. നീ ആദ്യ സ്നേഹം ഉപേക്ഷിച്ചു. നീ അതിൽ നിന്ന് വളരേണ്ടതായിരുന്നു. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നിന്റെ തീക്ഷ്ണതയൊക്കെ മങ്ങിപ്പോയി. ഇത് വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു പ്രശ്നമാണ്. എപ്പോഴും ഈ തീക്ഷ്ണത മങ്ങൽ എന്ന് പറയുന്ന ഒരു പ്രശ്നം. ഇപ്പൊ ചിലപ്പോൾ നമ്മളൊരു ധ്യാനം കൂടാൻ പോയി, ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ഭയങ്കര ഇനി നമ്മൾ ജീവിതം തകർക്കും, ഞാൻ ഈ പരിപാടി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആൾക്കാര് കുറച്ചുനാൾ കഴിയുമ്പോൾ ധ്യാനം കൂടിയോ ആവോ എന്ന് പോലും തോന്നുന്നത് പോലത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം തീക്ഷ്ണത മന്ദീഭവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഭയത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ പഠനത്തിന് ചില ആളുകൾ അകത്തെ 2-3 ക്ലാസ്സുകൾ കൂടി കഴിയുമ്പോൾ തന്നെ വത്തിക്കാൻസിന്റെ ക്ലാസ് കൂടി ഉയ്യോ എന്തൊരു അത്ഭുതകരമായ പ്രബോധനമാണ് ഈ സഭയുടേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പഠിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ 2-3 പ്രാവശ്യം എനിക്ക് കൂടാൻ പറ്റിയില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ തിരക്കൊന്നും അതുകൊണ്ട് ഇതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞു പോകുന്ന നമുക്കാണ്. നിങ്ങളെ ഞാൻ സത്യമായിട്ടും അത്ഭുതത്തോടു കൂടെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. കാരണം ആദ്യം മുതൽ കൂടിയ ആൾക്കാർ ഒരുമാതിരി പേർ എല്ലാവരും തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ സഭയേക്കാൾ ബെറ്റർ ആയിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. എന്തായിരുന്നാലും സാധാരണ പൊതുവിൽ മനുഷ്യർക്ക് അങ്ങനെ മങ്ങിപ്പോകാനുള്ള ഒരു പ്രവണതയുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി അങ്ങനെ മങ്ങിപ്പോകുമ്പം എന്താണ് പറയുന്നത്, മറുപടി പറഞ്ഞതെന്ന് അറിയാമോ? 3 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഇത് നമ്മളോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം കൂടിയാണ്. നമ്മുടെയൊക്കെ തീക്ഷ്ണത മങ്ങി എന്ന് തോന്നുമ്പം നമ്മളോട് 3 കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഏതൊക്കെയാണത്? ഒന്നാമത്തത്, ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. നീ എവിടെ നിന്നാണ് വീണത് എന്നോർക്കുക. അപ്പൊ നമ്മൾ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിച്ചു. നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര പോവാണ്. യാത്ര പോകുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി നമ്മൾ എന്താ ചെയ്യുക? വഴിതെറ്റിപ്പോയാലും അവിടെ നിന്ന് നമുക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റില്ല. തെറ്റിയ സ്ഥലം വരെ തിരിച്ചു വരണം, അല്ലെ? എങ്ങനല്ലേ? ഇങ്ങനെ വി പോലെ ഒരു വഴിയായിരുന്നു, ഇങ്ങനെ വന്നിട്ട് പിന്നെ വി പോലെ അങ്ങ് തിരിയുവാണ്. അപ്പൊ ഞാൻ ഇതിലെ പോകുന്നതിന് പകരം അതിലേ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യണം? പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അവിടെ നിന്നാണ് വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നീ ഏതവസ്ഥയിൽ നിന്നാണ് വീണതെന്ന് ഓർക്കുക. നിനക്ക് ബാല്യത്തിൽ, ചിലർക്ക് ബാല്യത്തിലായിരിക്കാം, ചിലർക്ക് വിശ്വാസം സ്വീകരിച്ചപ്പോഴായിരിക്കാം, ചിലർക്ക് വലിയ മാനസാന്തരം സംഭവിച്ചപ്പോഴായിരിക്കാം, ചിലർക്ക് ഒരു വലിയ ധ്യാനം കൂടി ഒരു നവീകരണത്തിലേക്ക് വന്ന സമയത്തായിരിക്കാം. ആ സമയത്ത് നിനക്ക് കിട്ടിയ അതിൽ നിന്ന് നീ പതുക്കെ പിന്മാറിയോ? ഇതാണ് അതിനകത്ത് ചോദ്യം. നീ പതുക്കെ അകന്നുപോയോ? എങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അവിടേക്ക് തിരിച്ചു തരണം. എന്നിട്ട് അത് ഓർക്കണം. എന്താണ്? 2 മാനസാന്തരപ്പെടണം, മനസ്സ് മാറണം, മാനസാന്തരപ്പെടണം. 3 എന്നിട്ട് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക എന്നാണ്. വീണ്ടും ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. നോക്കിക്കേ, ഈ എഫെസോസിലെ ആദ്യത്തെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവരത് ചെയ്തതുപോലെ നമ്മുടെ ആദ്യത്തെ പ്രവൃത്തികൾ അതൊക്കെ വീണ്ടും ചെയ്തു തുടങ്ങുക. ചിലപ്പോൾ ഒരു ധ്യാനം കൂടിയിട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ആദ്യത്തെ നാളുകൾ എന്ത് ചെയ്തിരുന്ന് ആലോചിക്കുക. കുറെ ജപമാല ചെല്ലുന്നുണ്ടാവും, കുറെ പ്രാർത്ഥനകൾ ചെല്ലുന്നു, ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ പതുക്കെ നിന്ന് പോയപ്പോഴാണ് നമുക്ക് ഈ പരുവത്തിലായി പോയത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകണം എന്നാണ്. ഓരോ സഭയെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പാശ്ചാത്യ ലോകത്തിലെ സഭ എന്താ സംഭവിച്ചത്? പാശ്ചാത്യ ലോകത്തിലെ സഭയോട് എന്താണ് കർത്താൻ പറയുന്നത്? ഇതേ കാര്യം തന്നെയാണ്. ഒരു കാലത്ത് എന്ന് പറയുക ഇടവക തോറും വിശുദ്ധരുണ്ടായിരുന്ന ഒരു സഭയാണ്. ഇപ്പം റോമിലെ ഒക്കെ സഭകളെയൊക്കെ നോക്കിയോ, വിശുദ്ധരുടെ കൂട്ടാരമാണ്. ലോകം മുഴുവനും മിഷണറിമാരെ അയച്ച സഭ, പാശ്ചാത്യ സഭ. ആ സഭയിൽ നിന്ന് ഇന്ന് ലോകത്തിലേക്ക് അധികം മിഷണറിമാർ പോകുന്നില്ല. എന്ത് ചെയ്യണം?
ആദ്യത്തെ പ്രവർത്തികളിലേക്ക് തിരിച്ചു പോകണം, ആദ്യത്തെ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണം, ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതെല്ലാ സഭകൾക്കും ബാധകമാണ് എന്നതാണ്. ഒരുപക്ഷെ ഭാരതത്തിലെ സഭകളൊക്കെയാണ് കുറച്ചെങ്കിലുമൊക്കെ ഇങ്ങനെ വലിയ ഇതില്ലാതെ പിടിച്ചു. പക്ഷെ ഇപ്പം നമുക്കറിയാം ആധുനിക കാലത്തിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾ വല്ലാതെ വിശ്വാസ തീക്ഷ്ണതയിൽ നിന്നൊക്കെ ഒത്തിരി പുറത്തോട്ട് പോവുകയും ഒത്തിരി സെക്യുലറൈസ്ഡ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ വിശുദ്ധമായ പാരമ്പര്യങ്ങളിലേക്ക്, നമ്മുടെയൊക്കെ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം. വത്തിക്കാൻ കൗൺസിലിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ച സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക, അജീർണമെന്തോ എന്നൊരു വാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഉറവിടങ്ങളിലേക്ക് റിസോഴ്സ്മെന്റ്, ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. ഒരു ഈ വെളിപാട് പുസ്തകം എഫെസസ് സഭയോട് പറയുന്ന കാര്യം എന്താണ്, നമ്മളോടൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത്. മിശിഹായിൽ നിന്ന് നീ വിശ്വാസ ജീവിതം ആരംഭിച്ചിടത്തേക്ക് മടങ്ങിപ്പോവുക. കോൺക്രീറ്റ് ആയിട്ടുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ മാമോദിസ കൃപയിലേക്ക് മടങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. മാമോദിസയുടെ കൃപയിലേക്ക് മടങ്ങുക. മാമോദിസയിലാണ് പൂർണ്ണ വിശുദ്ധി നേടിയത്, പൂർണ്ണമായി നവീകരിക്കപ്പെട്ടത്, മഹത്വത്തിന്റെ വസ്ത്രം ധരിച്ചത്. അവിടേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് മാമോദിസ ജീവിതം അവിടെ നിന്ന് വീണ്ടും ആരംഭിക്കുക എന്നാണ് അതിനെക്കുറിച്ച് കൃത്യമായ അർത്ഥത്തിൽ പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ടോ, എന്നിട്ട് അടുത്തത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാണിംഗ് ആണ്. മാനസാന്തരത്തിലുള്ള ആഹ്വാനമുണ്ട്, അടുത്തത് വാണിംഗ് ആണ്. നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിളക്ക് പീഠം നീക്കിക്കളഞ്ഞാൽ പിന്നെ അന്ധകാരമാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇരുട്ടിലാകും. എന്താണ് ശരിക്കും എഫെസസ് സഭയുടെ ദീപപീഠം? അത് മിശിഹ തന്നെയാണ്. അവിടുത്തെ അൾത്താരയാണ്, അവിടുത്തെ ബലിയാണ്, അവിടുന്ന് തന്നെയാണ്. മിശിഹായുടെ സാന്നിധ്യം ഞാൻ എടുത്തു കളയും എന്നാണ് അവിടുന്ന് പറയുന്നത്. എന്റെ സാന്നിധ്യം ഞാൻ അവിടെ വിട്ടുപോകും എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ടാണ് നിന്റെ ദീപപീഠം അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ന് വിശുദ്ധ യോഹന്നാൻ ലഭിക്കുന്ന വെളിപാടിലൂടെ ഈ സഭയോട് സംസാരിക്കുകയാണ്. എന്നാൽ നിനക്ക് വേറൊരു നന്മയുണ്ട്. ഈ വിലയിരുത്തൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാഗ്ദാനം നൽകുന്ന ഒരു പരിപാടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. എന്നൊക്കെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ നിന്റെ നന്മയെക്കുറിച്ചുകൂടെ പറയുകയാണ്. എന്താണത്? നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രവൃത്തികൾ നീ വെറുക്കുന്നു, അത് ഞാനും വെറുക്കുന്നു. ഇതാണ് ഈ കത്തിനകത്ത് പറയുന്ന ഒരു പ്രോത്സാഹന കാര്യം. നിനക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ നിനക്ക് വേറെ നന്മയുണ്ട്. എന്താണത്? നിക്കോളാവോസ് പക്ഷക്കാരുടെ പ്രവർത്തികൾ നീ വെറുക്കുന്നു. എന്തായിരുന്നു അത്? നമുക്ക് കൃത്യമായ ധാരണകളില്ല. എന്നാൽ പോലും നിക്കോളാവോസ് എന്ന് പറഞ്ഞാൽ ജനത്തെ കീഴ്പ്പെടുത്തുന്നവർ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ രാജാധികാരത്തിനോട് കുറച്ച് കീഴ്പ്പെടുകയും അതുപോലെ തന്നെ കുറച്ചൊരു ലൂസ് മൊറാലിറ്റി ഒക്കെ കുഴപ്പമില്ല എന്ന് കരുതുകയും വിശ്വാസ ജീവിതവും സാമൂഹിക ജീവിതവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്ന മറ്റൊരു അയഞ്ഞ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിരുന്നു ഇതൊന്നും ഇത്ര തീക്ഷ്ണതയും മുസ്ലിം പിടുത്തമൊന്നും ആവശ്യമില്ല, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന മട്ടിൽ ക്രൈസ്തവ ജീവിതത്തെ കണക്കാക്കുന്ന ആളുകളായിരുന്നു നിക്കോളാവോസ് പക്ഷക്കാർ. ഇന്നും അങ്ങനെ സഭാ ജീവിതത്തെ കാണുന്നതാണ്. വലിയ പള്ളിപ്പോക്കൊന്നും വേണ്ടതേ, നമുക്ക് അത്യാവശ്യമൊക്കെ പറഞ്ഞു എല്ലാം കുറേശ്ശെ വേണം എന്ന് വെച്ചാൽ എല്ലാത്തിനും ഭ്രാന്ത് പിടിച്ച് നടക്കുകയൊന്നും ചെയ്യരുത്. എല്ലാ ദിവസവും പോയി ധ്യാനം കൂടി നടക്കുകയാണ്, എന്നിട്ടൊക്കെ ഭ്രാന്താണ്. ഇങ്ങനെയൊന്നുമല്ല അങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാർ നിങ്ങൾ ചിലപ്പോൾ വല്ല ആത്മീയ പാലകര് പോലും അങ്ങനെ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടമാനം പള്ളിയിടത്തും പറഞ്ഞു ഒരു മീഡിയത്തിലൊക്കെ പോയാൽ മതി എന്തിന് എന്ന് പറയുന്ന ആൾക്കാർ. എന്നാൽ തിരുവചനം പഠിപ്പിക്കുകയാണ് അത് ഞാനും വെറുക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെ അയഞ്ഞു കൊഴിഞ്ഞു പോകുക എന്നുള്ളതല്ല. നിന്റെ ആദ്യത്തെ തീക്ഷ്ണതയാണ് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ആ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില ആളുകളോടുള്ള ഒരു വെറുപ്പ് നിനക്കുണ്ട്. അതുകൊണ്ട് അത് ഞാനും വെറുക്കുന്നു. എന്നിട്ട് അടുത്ത എന്താണ്? 7 അതിന്റെ കൺക്ലൂഷനാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്ന് വെച്ചാൽ ഇത് ഒരു ഓപ്പൺ എന്താ പറയാ ഇൻവിറ്റേഷനാണ്. പരിശുദ്ധ റൂഹായെ കേൾക്കണം എന്നാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന്, ഇനി അടുത്തത് വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? വിജയം വരിക്കുന്നവന് ദൈവത്തിന്റെ പർദീസയിലുള്ള ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. നിത്യജീവന്റെ പഴങ്ങൾ, നിത്യജീവന്റെ ഫലങ്ങൾ ഞാൻ അവന് നൽകും. ആർക്ക്? ഈ പ്രതിസന്ധിയിൽ വിജയം വരിക്കുന്നവന് അവന് പർദീസ ലഭിക്കും എന്നാണ് ഇതിന്റെ വാഗ്ദാനം. ഇങ്ങനെയാണ് ആദ്യത്തെ കത്ത്. ഈ വേഗതയിൽ 7 കത്തുകൾ പറഞ്ഞു തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കത്ത് സ്മിർണയിലെ സഭയ്ക്കുള്ളതാണ്. സ്മിർണയിലെ സഭയുടെ മെത്രാൻ വിശുദ്ധ പോളികാർപ്പായിരുന്നു. പോളികാർപ്പ് മെത്രാനായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടെ യഹൂദരുമായിട്ട് ഭയങ്കര, നഗരത്തെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറഞ്ഞല്ലോ, ആ പ്രദേശത്തെ സഭ അവര് ഒത്തിരി എന്താ പറയാ പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് യഹൂദരുടെ അടുത്തുനിന്ന് നല്ല പീഡനം അവർ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ പോളികാർപ്പ് മെത്രാനായിരുന്ന അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ സമയത്തുണ്ടല്ലോ, അദ്ദേഹത്തെ കത്തിക്കാനൊക്കെ ആയിട്ട്
വിറക് പറക്കാനായിട്ട് യഹൂദര് പോയതിനെ കുറിച്ച് പാരമ്പര്യമുണ്ട്. വിറക് പറക്കാൻ എന്ന് സാബത്ത് ദിവസം ജോലി ചെയ്യാൻ മേലാഞ്ഞിട്ട് പോലും കർത്താവിന്റെ സഭയെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിനകത്ത് അവര് സാബത്തും കൂടെ ലംഘിച്ചിട്ട് ഇതിനുവേണ്ടി പോയ യഹൂദരുടെ ആയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി ഈ സ്മിർനയിലെ സഭയുടെ പ്രത്യേകത എന്താണ്? സ്മിർനയിലെ സഭ അത് എഫെസസിൽ നിന്ന് 50 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. അത് റോമ ദേവതയുടെ ക്ഷേത്രത്തിന്റെ സ്ഥലമാണ്. ഈ ഹോമറിനെ കുറിച്ച് ഹോമർ, പ്രസിദ്ധനായ ഹോമർ, മേരി മെരീഞ്ഞയുടെ കവിതയ്ക്കകത്തുണ്ട് പ്രസിദ്ധനായ ഹോമറും എന്ന് പറഞ്ഞ് നമ്മൾ പഠനം കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഈ ഹോമറിന്റെ ജന്മദേശമാണ് ഈ പറഞ്ഞ സ്മിർന. ഇവിടെയാണ് അദ്ദേഹം ജനിക്കുകയും. ഇനി ഇത് ഒരു ദരിദ്ര നഗരമായിരുന്നു. സ്മിർന ഒരു ദരിദ്ര നഗരമായിരുന്നു. പക്ഷെ അവര് ആത്മീയ ജീവിതത്തിൽ സമ്പന്നരായിരുന്നു എന്ന് നമ്മൾ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തോട് അചഞ്ചലമായ വിശ്വസ്തത പുലർത്തിയിരുന്ന ഒരു പ്രവിശ്യയായിരുന്നു ഈ സ്മിർന. ഇതൊക്കെയാണ് ഇവരുടെ ഒരു ചരിത്ര പശ്ചാത്തലം. അവരോട് എന്താണ് പറയുന്നത്? സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, ആമുഖം: ആദ്യനും അന്തനും മൃതനായവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനുമായവൻ ഇപ്രകാരം പറയുന്നു. ഇവിടെ അവതരിപ്പിക്കുന്ന മിശിഹായുടെ രൂപം എന്താണ്? ആദ്യനും അന്ത്യനും, ആൽഫയും ഒമേഗയും, മൃതനായവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നവനും, കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്യപ്പെട്ടവനായ മിശിഹ ഇപ്രകാരം പറയുന്നു. കണ്ടോ, നമ്മൾ മുൻപ് എഫെസസ് സഭയോട് പറഞ്ഞ സഭയ്ക്ക് നൽകിയ മിശിഹ ചിത്രമല്ല ഇവിടെയുള്ളത്. ഇതൊരു ഡിഫറന്റ് മിശിഹ ചിത്രമാണ്. ഈശോയെ അവതരിപ്പിക്കുന്നു. അതിനുശേഷം അവരെ വിലയിരുത്തുവാണ്. നിന്റെ ക്ലേശവും ദാരിദ്ര്യവും ഞാൻ അറിയുന്നു. ആ പ്രദേശം കുറച്ച് ദരിദ്രമായ പ്രദേശമായിരുന്നു. അതിന്റെ ദാരിദ്ര്യം ഞാൻ അറിയുന്നു. എങ്കിലും നീ സമ്പന്നയാണ്. എന്താണ് അവൻ സമ്പന്നത? ആത്മീയ സമ്പന്നതയാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതെ സാത്താന്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നു. അതിന്റെ പശ്ചാത്തലം ഞാനിപ്പോ മുമ്പ് പറഞ്ഞതാണ്. അവര് ഈ യഹൂദരുടെ അടുത്ത് നിന്നാണ് ഈ ക്രിസ്ത്യാനികൾ, ഈ സ്മിർനയിലെ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ പീഡനം സഹിക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ അവര് ശരിക്കും സാത്താന്റെ ജോലിയാണ് ഈ ക്രൈസ്തവർക്കെതിരെ ചെയ്തത്. അവർ യഹൂദരെന്ന് അവകാശപ്പെടുന്നു, പക്ഷെ അവര് സാത്താന്റെ ജോലിയാണ് ചെയ്തത്. യഹൂദനാണെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? വരാനിരിക്കുന്ന മിശിഹായ്ക്ക് വേണ്ടി കാത്തിരുന്നവര് മിശിഹായെ സ്വീകരിക്കണമായിരുന്നു. എന്നാൽ ഇവര് പിശാചിന്റെ പ്രവൃത്തികളാണ്, സാത്താന്റെ സിനഗോഗായി വർത്തിച്ചു എന്ന ശക്തമായ രൂക്ഷമായ വാക്കുകളാണ് ഈ വെളിപാട് ഈ സ്മിർനയിലെ യഹൂദരെ കുറിച്ച് പറയുന്നത്. എന്നിട്ടോ, നീ സഹിക്കാൻ പോകുന്നവയെ ഭയപ്പെടരുത്. ശക്തിപ്പെടുത്തുകയാണ്. നീ സഹിക്കാൻ പോകുന്നവയെ ഭയപ്പെടരുത്. ഇതാ പരീക്ഷിക്കപ്പെടാൻ നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ക്ലേശം ഉണ്ടാകും. 10 ദിവസത്തേക്ക് ക്ലേശം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ഓർക്കുക, 10 എന്ന നമ്പറൊക്കെ ലിമിറ്റഡ് നമ്പറിനെ കുറിച്ചാണ് പറയുന്നത്. ആയിരങ്ങളുടെ ആയിരങ്ങൾ എന്ന് പറയുന്ന പോലെയല്ല. 10 ദിവസത്തേക്ക്, ഇച്ചിരി ദിവസത്തേക്ക് നിനക്ക് സഹനം ഉണ്ടാവും. ഇതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. ഇനിയും നിനക്ക് ക്ലേശം ഉണ്ടാവും, പക്ഷെ കുറച്ച് നാളത്തേക്ക് നിനക്ക് ക്ലേശം ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. മരണം വരെ വിശ്വസ്തനായിരിക്കുക എന്നാണ് സ്മിർനയിലെ സഭയോട് പറയുന്നത്. മരണം വരെ വിശ്വസ്തനായിരിക്കുക. എന്താ അതിന്റെ പശ്ചാത്തലം? മരണം വരെ വിശ്വസ്തനായിരിക്കാനായിട്ട് പറയുന്നതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ സ്മിർനയിലെ സ്മിർന എന്ന ടൗൺ അത് റോമ സാമ്രാജ്യത്തോട് ഉള്ള വിശ്വസ്തതയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് അവരോട് മരണം വരെ വിശ്വസ്തരായിരിക്കാൻ പറയുന്നത്. നോക്കുക, ഈ എഫെസസിലെ സഭയോട് പറയുകയാണ്, നീ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരുന്നു, നിന്റെ ദീപപീഠം ഞാൻ നീക്കളെ എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? ആ പ്രദേശത്തിന്റെ വലിയ പ്രൗഢി ഞാൻ എടുത്തു കളയുമെന്നാണ്. അപ്പൊ പ്രദേശവുമായി ബന്ധപ്പെടുത്തിയാണ് ഇത് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വരണം വിശ്വസ്തരായിരിക്കുക. എന്നിട്ടോ അടുത്തത് വാഗ്ദാനമാണ്. എന്താണ് വാഗ്ദാനം? ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും, നിത്യജീവനിലേക്ക് ഞാൻ നിന്നെ പ്രവേശിപ്പിക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നോക്കുക, ആത്മാവിന് ചെവി ഓർക്കാനായിട്ടുള്ള വാഗ്ദാനം രണ്ടാമത്തെ സഭയോടും വീണ്ടും ആവർത്തിക്കുന്നു. വിജയം വരിക്കുന്നവന് രണ്ടാമത്തെ മരണത്താലുള്ള ദോഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ മരണം, സെക്കൻഡ് ഡെത്ത്. എന്താണ് ഈ രണ്ടാമത്തെ മരണം എന്നതിന്റെ അർത്ഥം? രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ, അതായത് അത് വിധിനാളിൽ ലഭിക്കാനിരിക്കുന്ന നിത്യശിക്ഷയെക്കുറിച്ചാണ് പറഞ്ഞത്. മരണതുല്യമായ രണ്ടാമത്തെ നിത്യശിക്ഷ. അപ്പം ആദ്യത്തെ മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബയോളജിക്കൽ മരണമാണ്. രണ്ടാമത്തെ നരകത്തിനിടയാകുന്നു, നിത്യജീവന്റെ ഭവനത്തിൽ നീ പുറത്താകുന്നു എന്ന് പറയുന്ന മരണം. ആ മരണത്താലുള്ള ദോഷം ഒരിക്കലും ഉണ്ടാവുകയില്ല. ആർക്ക്? വിജയം വരിക്കുന്നവന്. എല്ലാ സഭകൾക്ക് എഴുതുമ്പോഴേ വിജയം വരിക്കൽ എന്ന വാക്ക് ധാരാളം ഉപയോഗിക്കുന്നത് നമ്മൾ കാണും. ഇതിനകത്ത് ചില സഭകൾക്ക്, 2 സഭകൾക്ക് ശാസനയില്ല, 2 സഭകൾക്ക് ശാസന മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പതുക്കെ കാണും. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി അതുകൊണ്ട് വിജയം വരിക്കുന്നവന് വിധി ഉണ്ടാവുകയില്ല, അന്ത്യവിധി ഉണ്ടാവുകയില്ല എന്നാണ്
നമ്മൾ സ്മിർനായിലെ സഭയ്ക്ക് എഴുതിയിരിക്കുന്നതായി നമ്മൾ വായിക്കുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ കത്തിലേക്ക് പോകണം, ഫാസ്റ്റ് ആയിട്ട് പോകണം. മൂന്നാമത്തെ കത്ത് അത് പെർഗാമോസിലെ സഭയാണ്. പെർഗാമോസ് എന്ന വാക്കിന്റെ തന്നെ അർത്ഥം അത് ഏതാണ്ട് അത് സ്മിർനയിൽ നിന്നൊരു 75 കിലോമീറ്റർ വടക്കിഴക്ക് നീങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പെർഗാമോസ് എന്ന് പറഞ്ഞാല് ആട്ടിൻതോൽ എന്നാണ് അതിന്റെ അർത്ഥം. ആട്ടിൻതോൽ. ഈ തുകൽ നിർമ്മാണത്തിൽ പ്രസിദ്ധരായ ആളുകളായിരുന്നു പെർഗാമോസിലെ ആൾക്കാർ. ഒരു തുകൽ നഗരമായിരുന്നു ഈ പെർഗാമോസ്. ഇവർ തുകൽ നഗരമായിരുന്നു മാത്രമല്ല, ഇവർ തുകലിനെ പ്രോസസ്സ് ചെയ്ത് വളരെ ലൈറ്റൻ ചെയ്ത് കടലാസ് പോലെ എഴുതാൻ കഴിയുന്ന പരുവത്തിലാക്കിയിരുന്നു. എന്ന് വെച്ചാല് നമ്മുടെ ഇന്നുള്ള പേപ്പറിന്റെ ഒക്കെ ഒരു ആദ്യം രൂപം, പാപ്പിറസിൽ നിന്നാണ് പേപ്പർ വന്നത് നമുക്കറിയാം. എന്നാൽ ഈ തുകലിനെ പേപ്പർ പോലെ നേർത്തതാക്കി ചീകിയെടുത്ത് അതിൽ എഴുതുന്ന ഒരു സംവിധാനമൊക്കെ കണ്ടുപിടിച്ചത് ഈ പെർഗാമോസിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ തുകൽ കടലാസ് എന്ന് പറയുന്ന ഒരു പരാമർശം തന്നെ, തുകൽ പേപ്പർ എന്നുള്ള ഒരു സാധനം തന്നെ അവരുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതിനെ പെർഗാമോസിലെ കടലാസ് എന്നാണ് ഈ തുകൽ പേപ്പർ അറിയപ്പെടുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു തുകൽ വ്യവസായ കേന്ദ്രമായിരുന്നു. ഇന്ന് മാത്രമല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് വലിയ ലൈബ്രറി ഉണ്ടായിരുന്നുള്ളതാണ്. 2 ലക്ഷത്തിലേറെ വോളിയംസ് ഉള്ള വൻ ലൈബ്രറി ഈ പറഞ്ഞ പെർഗാമോസിലെ നഗരത്തിലുണ്ടായിരുന്നു. പറഞ്ഞാൽ ഒരു വിജ്ഞാനത്തിന്റെ ഒക്കെ ഒരു കേന്ദ്രം എന്ന് പറയാൻ മനസ്സിലായി. ഇന്ന് പോലും ഇത് അന്നത്തെ അറിവുള്ള അലക്സാണ്ട്രിയയിലെ കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ വലിയ ലൈബ്രറി ആണെന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ അത്രയും കൂടുതൽ വിജ്ഞാന ശേഖരമുള്ള ഒരു സ്ഥലം. കടലാസ് ഒക്കെ ഒക്കെ ഒരു ആദിമ രൂപം തുകലിൽ നിന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്ത പോലത്തെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന പെർഗാമോസ്. ഈ സഭയോട് എന്താ പറയണത് നമുക്ക് ശ്രദ്ധിക്കാം. ഈ സഭയോട് പറയുകയാണ്, പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. ദൂതനോടാണ് സംസാരിക്കുന്നത്. മൂർച്ചയേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മിശിഹ ആരാണ്? ഈ മിശിഹ മൂർച്ചയേറിയ ഇരുതല വാളുള്ളവനാണ് ഈ മിശിഹ. അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ, നമുക്ക് തോന്നുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പ്രത്യേകിച്ച് എന്താ പറയാ, പ്രോത്സാഹനത്തിന്റെ സാധ്യതയില്ല. വാളുമായിട്ട് നേരെ വരിക എന്നുള്ളതാണ് ഈ പെർഗാമോസിലെ സഭയോട് കർത്താവ് കാണിക്കുന്ന രീതി. നീ എവിടെ വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നീ എവിടെ വസിക്കുന്നു? ഇതിനൊരു പരാമർശമുണ്ട്. എന്താണെന്നറിയാമോ? ആദിമ സഭയിൽ പലരും പീഡനങ്ങൾ വല്ലാതായപ്പോൾ പലായനം ചെയ്തു. ചിലർ പാത്തിരിക്കാൻ പോയി, ചിലർ നാട് വിട്ടുപോയി. അതിൻ്റെയും കൂടെ പശ്ചാത്തലമാണ് നീ എവിടെ വസിക്കുന്നു. നീ വിശ്വാസത്തിൽ പീഡനങ്ങളോടൊത്ത് വസിക്കുന്നോ അതോ പലായനം ചെയ്യുന്നോ എന്നൊക്കെ എനിക്കറിയാം എന്നാണ്. അതിന്റെ ഒപ്പം 2ാമത്തെ അർത്ഥം എന്താണ്? നീ തിന്മയുടെ കൂടെ വസിക്കുന്നോ അതോ ദൈവസന്നിധിയിലാണോ എന്നും എനിക്കറിയാം എന്നാണ്. ഈ എല്ലാ സ്ഥലത്തും എനിക്കറിയാം എന്ന് പറയും നമ്മൾ വായിക്കും. എന്താ അതിന്റെ അർത്ഥം? സഭകളെ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന സഭയുടെ വലിയ ഇടയനാണ് മിശിഹ. സഭകളെ സസൂക്ഷ്മം വീക്ഷിക്കുന്ന സഭകളുടെ വലിയ ഇടയനാണ് മിശിഹ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് അവരോട് പറയുകയാണ്, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെയാണ് നിവസിക്കുന്നത്. സാത്താന്റെ സിംഹാസനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ ഈ അവരുടെ റോമൻ ഗവർണറുടെ ആസ്ഥാനത്തെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇവരുടെ ദേവൻ സെയൂസ് ദേവനാണ്. സെയൂസ് ആണ്, വളരെ പ്രസിദ്ധനായ ദേവനാണ് സെയൂസ് ദേവനാണ്. അപ്പം സെയൂസ് ദേവന്റെ ടെമ്പിളിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാൽ പോലും സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെയാണ് നിന്റെ വാസം എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ നാമം നീ മുറുകെ പിടിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ സാത്താൻ വസിക്കുന്നിടത്ത് വെച്ച് എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്റെ വിശ്വാസം നീ തള്ളിപ്പറഞ്ഞില്ല. ഇതാണ് പെർഗാമോസിലെ സഭയെക്കുറിച്ച് പറയുന്ന നല്ല കാര്യം. അവരുടെ എല്ലാ സഭകളുടെയും ആദിമ നന്മയെക്കുറിച്ച് പറയുന്ന മിശിഹ അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ സാത്താൻ വസിക്കുന്ന സ്ഥലത്ത് വെച്ച് പോലും എന്ന് പറഞ്ഞാൽ ഈ ദേവാലയത്തിന്റെ ഈ വിജാതീയ ദേവാലയത്തിന്റെ അമ്പലത്തിന്റെ പശ്ചാത്തലത്ത് വെച്ചാണ് ഈ അന്തിപ്പാസ് ആരാൻ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല. എന്നാൽ പോലും വധിക്കപ്പെട്ട ആളുകൾ പോലും വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞില്ല എന്ന് അവരെ അഭിനന്ദിക്കുകയാണ്. എന്നിട്ടും എങ്കിലും നിനക്കെതിരെ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എല്ലാ സ്ഥലത്തും നന്മ പറഞ്ഞ ശേഷം അതിന്റെ കുറവുകൾ. ഇത് മിശിഹായുടെ നേരിട്ടുള്ള ശൈലിയാണ്. ഒരു യുവാവ് വന്ന് ചോദിക്കുവാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എങ്കിലും നിനക്കൊരു കുറവുണ്ട്. ഈശോയുടെ വാക്കുകളാണ്, അതേ സുവിശേഷത്തിന്റെ പകർപ്പാണ് നമ്മൾ കാണുന്നത്. നിനക്കെതിരെ ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ഇടർച്ച നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിന്റെ പ്രബോധനം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. എന്ന് വെച്ചാല്
ഇതിന്റെ പുറകെയുള്ള പഴയ നിയമ പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ പരുവത്തിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഒക്കെ ഇടർച്ച നൽകുന്ന തരത്തിലുള്ള പ്രബോധനം നൽകുന്ന ആളുകൾ അവിടെ ഉണ്ട് നിങ്ങളുടെ ഇടയിൽ എന്നാണ്. എന്നിട്ടോ അതുപോലെ നിക്കോളോസ് പക്ഷക്കാരുടെ പ്രബോധനം മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. നോക്കുക, നിക്കോളോസ് പക്ഷക്കാരെ കുറിച്ച് നമ്മൾ നേരത്തെ 2 സ്ഥലത്ത് നിക്കോളോസുകാരെ കുറിച്ച് പറയും. ലൂസായിട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ആളുകൾ, അവരും ഇവിടെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 16-ാം തിരുവചനം, അതിനാൽ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ വേഗം വന്ന് എന്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. എന്റെ വായിലെ വാൾ കൊണ്ട്. എന്താണ് ഈ വായിലെ വാൾ? അത് വചനമാണ്. ഇരുതല വാൾ എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും, ദൈവത്തിന്റെ വചനം ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളതാണ് എന്നൊക്കെ പറയുന്നത്. അപ്പം ദൈവവചനവുമായി വചനം അവരുടെ മേൽ ശിക്ഷാവിധിയുടെ അടയാളമായി അവരുടെ അടുത്തേക്ക് വരും എന്ന് പറയുക. എന്നിട്ടോ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് എല്ലാ സ്ഥലത്തും ആവർത്തിക്കുന്നതാണ്. വിജയം വരിക്കുന്നവൻ ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും. നിഗൂഢ മന്നയിൽ നിന്ന് വിജയം വരിക്കുന്നവൻ ഞാൻ നൽകും. ഈ നിഗൂഢ മന്ന, അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് നമുക്കറിയാം. ഇവര് ഇസ്രായേൽക്കാര് പുറപ്പാട് കാലഘട്ടത്തിൽ മന്ന ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് അവരുടെ വാഗ്ദാന പേടകത്തിനകത്ത് മന്നയുടെ ഒരു പങ്ക് നിഗൂഢമായി രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പം അത് അന്ന് സൂക്ഷിച്ചു വെക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ? എന്നേക്കും അത് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്. ആ പശ്ചാത്തലത്തിലാണ് നിഗൂഢ മന്ന എന്ന പരാമർശം. എന്നാൽ ഇവിടുത്തെ നിഗൂഢ മന്ന എന്താണ്? അത് വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാന തന്നെയാണ്. തന്റെ ശരീരം തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുന്ന മിശിഹായെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഞാൻ നിഗൂഢ മന്നയിൽ നിന്ന് നൽകും വിജയം വരിക്കുന്നവന് എന്ന് വെച്ചാൽ സ്വർഗരാജ്യത്തിലെ നിത്യജീവന്റെ അപ്പം ഞാൻ അവന് നൽകും എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ടോ എന്നിട്ട് അടുത്ത കാര്യം രസകരമാണ്. അവന് ഞാൻ ഒരു വെള്ളക്കല്ല് കൊടുക്കും. ഇതിനിപ്പോ കല്ലൊക്കെ പറക്കി കൊടുക്കുന്നത്. ഈ വെള്ളക്കല്ല് എന്ന് പറയുന്നത് അവരുടെ നാട്ടിലെ ഒരു പാസ് പോലത്തെ ഒരു സാധനമാണ്. പാസ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായി. നമുക്കിപ്പം ചിലപ്പോഴൊക്കെ എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു സ്ഥലത്ത് കയറാനൊക്കെ സഹായിക്കുന്ന പാസുകളെ കണ്ടിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നതുപോലത്തെ ഒരു സൂത്രമാണ്. ഒരു കല്ലില് പേരൊക്കെ കുത്തിയിട്ട് അവരെ കൊടുക്കും. അപ്പൊ അവർക്ക് ആ കല്ല് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാസ് പോലെ ഒരു സ്ഥലത്ത് പ്രവേശിക്കാനോ ഒക്കെ സാധിക്കും. ചില അധികാര ചിഹ്നം പോലെ കണക്കാക്കപ്പെടും എന്ന ഒരു പഠനം അതിന് പറയുന്നുണ്ട്. രണ്ടാമത്തെ മറ്റൊന്ന്, ഇവരൊക്കെ നമ്മൾ ചില ഏലസൊക്കെ കഴുത്ത് കെട്ടുന്നത് പോലെ അണിഞ്ഞു നടന്നിരുന്ന ഒരു കല്ലാണ്. അതൊരു പ്രത്യേക ദേവന് വേണ്ടി പൂജിച്ചതായിരിക്കും. അതിന്റെ പേര് രഹസ്യമായി എഴുതിയിട്ടുണ്ടാവും. ഇത് പരമാവധി ആളുകൾ അറിയാതിരിക്കും തോറും, രഹസ്യമായി സൂക്ഷിക്കും തോറും ഇതിന് ഭയങ്കര ശക്തി ഉണ്ടാകും എന്നൊരു ധാരണ അവരുടെ ആളുകളുടെ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പൊ ആ സംഭവത്തിനെയാണ് ഈ വെള്ളക്കല്ല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ വെള്ളക്കല്ല് വേറെ വലിയ പ്രത്യേകത ഉണ്ടായിരുന്നത്, ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഈ അധികാരികൾക്ക് വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുമായിരുന്നു വെള്ളക്കല്ല്. ഇപ്പം ഉദാഹരണത്തിന് യെസ് ഓർ നോ എന്ന് തിരഞ്ഞെടുക്കാനായിട്ട് ആൾ വേണമോ വേണ്ടയോ, അപ്പം അതിന് വോട്ടിടാനായിട്ട് പോലെ പാസ് പോലെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ വെള്ളക്കല്ല് എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് അത് ഈ എന്താ പറയാ, ഒരാളെ മോചിപ്പിക്കണം, ഒരു തടവുപുള്ളിയെ മോചിപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് ജഡ്ജസ് ഒക്കെ പോലെയുള്ള ആളുകൾ അവർ വോട്ടിടാനൊക്കെ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഒരു കല്ലിനെയാണ് ഈ വെള്ളക്കല്ല് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തൊരു ദേവന്റെ പേരൊക്കെ രഹസ്യമായി എഴുതി കുത്തിവെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈശോ പറയുകയാണ്, അവന് ഞാനൊരു വെള്ളക്കല്ല് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിന്റെ, ഈ തീരുമാനം എടുക്കാനുള്ള അധികാരത്തിന്റെ ഒക്കെ ഒരു കല്ല് ഞാൻ കൊടുക്കും. അതിലൊരു പുതിയ നാമം ഞാൻ കുത്തിയിരിക്കും. അതെന്തെന്ന് സ്വീകരിക്കുന്നവനൊഴികെ മറ്റാരും അറിയുകയില്ല. എന്താണ് ഈ പുതിയ നാമം കുത്തിയിരിക്കും? പഴയ നാമം ഈ പറഞ്ഞ പോലെ ദേവന്റെ പേരൊക്കെ എഴുതിയിരുന്നാണെങ്കിൽ പുതിയ നാമം പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ നാമമാണ്, മിശിഹായുടെ നാമം എന്നർത്ഥം. മിശിഹായുടെ നാമം എഴുതിയ ഒരു പാസ് ഞാൻ അവന് കൊടുക്കും എന്നാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു പാസ് ഞാൻ അവർക്ക് കൊടുക്കും എന്നാണ് അവരോട് പറയുന്നത്. അടുത്തത് 4-ാമത്തെ സഭ തിയത്തീറയിലെ സഭയാണ്. ഈ സഭ അത് വീണ്ടും ഒരു 65 കിലോമീറ്റർ, പെർഗാമോസിൽ നിന്ന് ഒരു 65 കിലോമീറ്റർ അപ്പുറത്ത് വീണ്ടും അങ്ങ് പോകുമ്പോഴാണ് അതുള്ളത്. ഇത് പൗലുസ്ലീഹ മാനസാന്തരപ്പെടുത്തിയ ലിദിയ തിയത്തീറയിലെ പട്ടുവിൽപ്പനക്കാരിയായിരുന്നു എന്ന് നമ്മൾ വായിക്കും. ഇവിടം ഈ ഓട്, ചെമ്പ് വ്യവസായങ്ങൾ, കമ്പിളി, തുകൽ വ്യവസായം, പാത്രനിർമ്മാണം, അടിമ വ്യാപാരം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു സ്ഥലമാണത് എന്നൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എടുത്തു പറയാൻ മാത്രം പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു നഗരം എന്നും കൂടെ ഇതിന് അർത്ഥമുണ്ട്. പ്രസക്തമല്ലാത്തൊരു നഗരമായിരുന്നു ഈ തിയത്തീറ. അവരോടെന്താണ് പറയുന്നത്? തിയത്തീറയിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും തിളങ്ങുന്ന പിത്തള പോലെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയും. നോക്കുക, ഇവിടെ അവതരിപ്പിക്കുന്ന മിശിഹ എങ്ങനെയാണ്? അഗ്നിനാളം പോലത്തെ മിഴികളും, സകലതും കാണുന്ന ജ്വലിക്കുന്ന മിഴികളും, തിളങ്ങുന്ന പിത്തള പോലത്തെ പാദങ്ങളുമുള്ള ദൈവപുത്രൻ ഇപ്രകാരം പറയുന്നു എന്ന് പറഞ്ഞാൽ സകലതും അറിയുന്നതും എല്ലായിടത്തും എത്തുന്നവനുമായ മിശിഹ ഇങ്ങനെ പറയുന്നു, നിന്റെ പ്രവൃത്തികളും നിന്റെ സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും
സഹനശക്തിയും ഞാൻ അറിയുന്നു. നിന്നിലുള്ള ഈ നന്മകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എപ്പോഴും ഇത് ഇത്തിരി ആത്മീയ വിചിന്തനത്തിന്റെയൊക്കെ ഭാഗം, ഞാൻ സമയമില്ലാത്ത ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഈ മിശിഹ എപ്പോഴും നമ്മുടെ തിന്മകൾ മാത്രമല്ല കാണുക, നമ്മുടെ നന്മകളും കാണും. പലപ്പോഴും നമ്മൾ ക്രൈസ്തവരായ നമ്മളെപ്പോഴും നമ്മുടെ കുറവുകളെ കുറിച്ച് കൂടുതൽ ആലോചിക്കാറുണ്ട്. നമ്മുടെ നന്മകളും ഈശോയ്ക്ക് ഭയങ്കര പ്രധാനപ്പെട്ട, നമ്മുടെ പാപം മാത്രമല്ല ഈശോ നോക്കുക, നമ്മുടെ നന്മകളും അവിടുന്ന് കാണുക തന്നെ ചെയ്യുന്നുണ്ട്, അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവൃത്തികൾ ആദ്യത്തേതിനേക്കാൾ അധികമാണ്. ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവർ പണ്ടത്തേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. എല്ലാവരോടും പറഞ്ഞ കാര്യമാണ് ഇങ്ങനെയൊക്കെ നന്മകൾ. ബട്ട്, ഈ ബട്ട് എന്ന് പറഞ്ഞൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വാക്കാണ്. ഇപ്പൊ നമ്മളടുത്ത് ചില ആൾക്കാരുടെ വർത്താനം പറയില്ലേ, ഭയങ്കര അച്ഛന്റെ പ്രസംഗം വളരെ നല്ലതായിരുന്നു, എന്ത് രസമായിരുന്നു അറിയാവോ, പക്ഷേ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും, അത് ശരി, ഇതിനേക്കാളും വലിയ എന്തോ പ്രശ്നമാണ് പറയാൻ പോകുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഈ ബട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാക്കാണ്. എങ്കിലും നിനക്കെതിരെ പറയാനുണ്ട്. എന്താണ്? ചെറിയ കാര്യമൊന്നുമല്ല. വ്യഭിചാരം ചെയ്യുകയും വിഗ്രഹങ്ങൾ കർപ്പിച്ച് ഭക്ഷിക്കുകയും ചെയ്യാൻ എന്റെ ദാസരെ പഠിപ്പിക്കാനും വഴിതെറ്റിക്കാനും പ്രവാചകയെന്ന് സ്വയം വിളിക്കുന്ന ജസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. ഈ ആഹാബ് രാജാവിന്റെ കാലത്ത് ആഹാബ് രാജാവിന്റെ എന്താ പറയാ വിജാതീയ ഭാര്യയായിരുന്ന ജസബലിന്റെ പ്രബോധനങ്ങൾ അവള് ഒത്തിരി എന്താ പറയാ ലൈംഗിക അരാജകത്വത്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും വേശ്യാവൃത്തിയെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആഭിചാര ക്രിയകൾക്കും ഒക്കെ കുപ്രസിദ്ധിയായിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു ഈ ജസബൽ. അവൾ ഒന്നോടുകൂടിയാണ് ആ പ്രദേശം മുഴുവൻ നാശമാവുകയൊക്കെ ചെയ്തത്. അപ്പം അവളുടെ രീതികൾ പിന്തുടരുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജസബലിന്റെ സ്ത്രീ അനുവദിക്കുന്നു. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി, എന്നാൽ തന്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. എന്ന് വെച്ചാൽ വിഗ്രഹാർപ്പണ ജീവിതത്തിൽ നിന്ന് പിന്തിരിയാതെ ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ സുവിശേഷം കേട്ട് ഭയങ്കര ആവേശത്തോടെ വന്നു. കുറച്ചുനാളെ കഴിഞ്ഞ് കുറച്ച് പീഡനമൊക്കെ ആയപ്പം ഇച്ചിരിയൊക്കെ പഴയകാലത്തെ ചെറിയ പൂജ പരിപാടികളൊക്കെ ആയിട്ട് പുറകോട്ട് പിന്തിരിഞ്ഞു പോകാൻ ശ്രമിച്ച ആളുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഇതാ അവളെ രോഗശൈലിയിലേക്കും അവളോടത്ത് വ്യഭിചരിക്കുന്നവരെ അവർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ വലിയ ക്ലേശത്തിലേക്ക് ഞാൻ വലിച്ചെറിയും. എന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ പോലും ഇത്തരം ലൈംഗിക കുത്തഴിച്ച ജീവിതം കൊണ്ട് വന്നു പോയിട്ടുള്ള ലൈംഗിക രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ടാണ് അവളെ രോഗശൈലിയിലേക്കും അവളോടത്ത് വ്യഭിചരിക്കുന്നവരെ അവരുടെ പ്രവൃത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ക്ലേശത്തിലേക്ക് ഞാൻ വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞു. അവളുടെ മക്കൾ, ഇന്നത്തെ രസകര കാര്യം എന്ന് വെച്ചാൽ ഈ അപ്രസക്തമായ നഗരമാണ്, പക്ഷെ ഏറ്റവും ദീർഘമായ ഒരു കത്ത് ഇവർക്കുള്ളതാണ്. അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, മനസ്സുകളും ഹൃദയങ്ങളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നൽകും. ഈ പ്രബോധനം സ്വീകരിക്കുകയോ സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് അവർ വിളിക്കുന്നവ അറിയുകയോ ചെയ്യാതെ തീത്തേറയിൽ അവശേഷിച്ചുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു. സാത്താന്റെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് അത് അതായത് ഈ സാത്താന്റെ രഹസ്യങ്ങൾ എന്നല്ല, സാത്താന്റെ ആഴങ്ങൾ എന്നാണ്. മിസ്റ്റേരി എന്ന പദമല്ല ഉപയോഗിക്കപ്പെട്ടിരുന്നത്. നമ്മൾ അതിന്റെ കമന്ററിയിലൊക്കെ വായിക്കും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തിന്മയുടെ ചില പ്രത്യേക ശീലങ്ങൾ, രീതികൾ, ചില മന്ത്രവാദ രീതികൾ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അവ അതിനൊന്നും പോകാതെ, അതിലേക്കൊന്നും കണ്ണു നട്ടാൻ പോകാതെ കഴിയുന്ന ആളുകൾ അവിടെ അവശേഷിച്ചിട്ടുണ്ട്. അവരോട് പറയുകയാണ്, മറ്റു ഭാരമൊന്നും നിങ്ങളുടെ മേൽ ഞാൻ ചുമത്തുന്നില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഇതിനു വേണ്ടി തന്നെ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കുള്ളവ ഞാൻ വരുന്നത് വരെ മുറുകി പിടിക്കുവിൻ. വിജയം വരിക്കുന്നവന്, എന്റെ പ്രവൃത്തികൾ അവസാനം വരെ അനുഷ്ഠിക്കുന്നവന് ജനതകളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പുതണ്ട് കൊണ്ട് ഞാൻ അവനവരെ മേയ്ക്കും, മൺപാത്രങ്ങൾ പോലെ അവരെ തകർക്കും. ഞാൻ എന്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. അതായത് യഥാർത്ഥത്തിൽ നിത്യജീവനെ ആണ് എന്ന് പറഞ്ഞ ഒരു പുലർക്കാല നക്ഷത്രം എന്ന് പറഞ്ഞ ഒരു വലിയ പ്രതീക്ഷയാണ്. എന്നേക്കും ജീവിക്കുന്ന നിത്യജീവൻ നൽകുമെന്നൊക്കെയാണ് അതിന്റെ സൂചന. എന്നിട്ട് അവസാനിക്കുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അഞ്ചാമത്തെ സഭ സാർദീസിലെ സഭയാണ്. സാർദീസ് എന്ന് പറയുന്നത് വളരെ സമ്പന്നമായ നഗരമായിരുന്നു, ശക്തമായ ഒരു നഗരമായിരുന്നു. അവരൊത്തിരി നാടുകളൊക്കെ പിടിച്ചെടുത്ത വളരെ ശക്തരായ ഒരു പ്രദേശമായിരുന്നു. ഇവരോട് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് കേൾക്കാം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളും ഉള്ളവൻ ഇപ്രകാരം പറയും. നമ്മൾ നേരത്തെ ഈ സപ്താത്മാക്കളെ കുറിച്ച്, സപ്തതാരങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം പറയുന്നു. അങ്ങനെയുള്ള മിശിഹയാണ് അവതരിപ്പിക്കുന്നത്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, എല്ലാ സ്ഥലത്തും ഞാൻ നിന്നെ ആഴത്തിൽ അറിയുന്നു എന്ന് ദൈവം മിശിഹ പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ നീ വീണിട്ടില്ല, പക്ഷെ നീ മൃതനാണ്. ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക.
എന്തെന്നാൽ നിന്റെ ദൈവത്തിന് മുൻപിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യും. നീ സ്വീകരിച്ച വിശ്വാസത്തെ, സുവിശേഷത്തെ കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുന്നില്ല. ഇതെല്ലാ സുവിശേഷങ്ങളിൽ ഈശോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 പ്രാവശ്യം ഈ നഗരം ഉണ്ടല്ലോ, ഈ സാർദീസ് നഗരം, ഈ അവിടുത്തെ കാവൽക്കാരുടെ അശ്രദ്ധ കാരണം എന്താ പറയാ, ആക്രമണത്തിനും പരാജയത്തിനും ഇടയായി. വലിയ ശക്തമായ കോട്ടകൾ ഉണ്ടായിരുന്ന ഒരു നഗരമാണ് ഈ പറഞ്ഞ സാർദീസ്. പക്ഷേ 2 പ്രാവശ്യം അവർ കീഴ്പ്പെടാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ ഉറങ്ങുകയും തക്ക സമയത്ത് ശത്രുക്കളുടെ പതുങ്ങിയുള്ള വരവ് അറിയിക്കുകയും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ നഗരം 2 പ്രാവശ്യം ഇവരുടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ പരാജയപ്പെടാൻ ഇടയായത്. ഈ അനുഭവം അവർക്കുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് അങ്ങനെ പറയുന്നത്, ഞങ്ങൾ കള്ളനെ പോലെ വരും, നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ കള്ളനെ പോലെ വരും. കാരണം അവരുടെ ഇടയ്ക്കുള്ള നിത്യ സംഭാഷണമാണല്ലോ അത്, ഇങ്ങനെ അവര് പരാജയപ്പെടാൻ ഇടയായ കാര്യം. എന്നിട്ട് ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ചു പേർ സാദൃശ്യം നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും. എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. ധവള വസ്ത്രധാരികളായി എന്റെ കൂടെ നടക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അവർ ധരിക്കും എന്നാണ്. അവർ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെടും, ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവന്റെ നാമം ഞാൻ മായ്ച്ചു കളയുകയില്ല എന്നാണ്. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുണ്ടായിരിക്കും എന്ന് നമ്മൾ വായിക്കും. എന്നിട്ടോ ആത്മാവ് സഭകളോട് പറയുന്നത് എന്താ കേൾക്കട്ടെ എന്നാണ്. അടുത്തത് ഫിലാദൽഫിയയിലെ സഭയാണ്. 2 സഭയും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഫിലാദൽഫിയയിലെ സഭ. ഫിലാദൽഫിയ സാർദീസിൽ നിന്ന് വീണ്ടും ഒരു 50 കിലോമീറ്റർ, എല്ലാം ഇങ്ങനെ ഓരോ സഭകളിൽ കഴിഞ്ഞിട്ട് 50-60 കിലോമീറ്ററിനപ്പുറത്താണ് ഈ സഭകളൊക്കെ. ഈ ഫിലാദൽഫിയയിലെ സഭയുടെ പ്രത്യേകത എന്താണ്? ഫിലാദൽഫിയ എന്ന പേരിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഫിലാദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. ഈ ഫിലാദൽഫിയ അത് കിഴക്കിന്റെ വാതിൽ എന്നാണ് അറിയപ്പെടുന്നത്. കിഴക്കിന്റെ കവാടം എന്നാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ഏഷ്യമൈനർ പ്രദേശങ്ങളിൽ ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു വാതിലായിരുന്നു ഫിലാദൽഫിയ എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വെളിപാട് പുസ്തകം പറയുകയാണ്, ഗ്രീക്ക് സംസ്കാരം പ്രചരിപ്പിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു വാതിലായിരുന്നു ഇത്, കിഴക്കിന്റെ വാതിലായിരുന്നു ഇതെങ്കിൽ അത് സുവിശേഷം പ്രവേശിക്കാനുള്ള ഒരു വാതിലായി മാറട്ടെ എന്നതാണ് അതിന്റെ ആഹ്വാനം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തെല്ലാം ഇങ്ങനെ വായിക്കുവേ. ഫിലാദൽഫിയ സഭയിൽ ദൂതൻ എഴുതുക. ഇവിടുത്തെ മിശിഹ ഇങ്ങനെയാണ്: പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ ഇപ്രകാരം പറയും. എന്ന് പറഞ്ഞാൽ കവാടത്തിന്റെ അധികാരി ഞാനാണ് എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളുടെ രക്ഷയുടെ കവാടത്തിന്റെ അധികാരി ഞാനാണ് എന്നാണ്. നോക്കുക, ആ നാടിന്റെ പ്രത്യേകതയുടെ പശ്ചാത്തലത്തിലാണ് ആ നാടിനുള്ള കത്തെഴുതുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഓരോ വ്യക്തിസഭകളും കൾച്ചർ റിലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഓരോ സഭ, ഇപ്പൊ സീറോ മലബാർ സഭ എന്ന് പറയുന്നത് എന്താണ്? സിറിയൻ പശ്ചാത്തലമുള്ള മലബാറിലെ സഭയാണ് ഇത്. എന്താണ് അതിന്റെ പ്രത്യേകത? തോമാസ് ലീഹ വഴി ഈ സംസ്കാരത്തിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ഇങ്ങനെ ഓരോ സഭയ്ക്കും അതിന്റെ തനതായ സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഈ സഭയോട് ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടാണ് ഫിലാദൽഫിയയിലെ സഭ അവരുടെ സംസ്കാരത്തിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് കൂട്ടിച്ചേർത്തിട്ട് വെളിപാട് പുസ്തകം സംസാരിക്കുന്നു. എന്നിട്ടോ, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതാ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ നിന്റെ മുൻപിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്റെ സുവിശേഷത്തിന്റെ കവാടം, അത് ആർക്കും അടയ്ക്കാൻ കഴിയാത്ത കവാടം ഞാനിതാ സ്ഥാപിച്ചിരിക്കും. എങ്കിലും അടുത്ത പ്രശ്നം ഇതാണ്: നിനക്ക് അല്പം ശക്തിയേ ഉള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം തള്ളിപ്പറഞ്ഞില്ല. ഇതാ യഹൂദരെന്ന് പറയുകയും എന്നാൽ അങ്ങനെയല്ലാതെ നുണ പറയുകയും ചെയ്യുന്ന സാത്താന്റെ സിനഗോഗിൽ നിന്നുള്ള ചിലർ, ഇതാ അവരെ ഞാൻ നിന്റെ കാൽക്കൽ വരുത്തി കുമ്പിടിക്കും. അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് അവർ ഗ്രഹിക്കും. എന്റെ സഹനശക്തിയുടെ വചനം നീ കാത്തതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കാൻ ലോകമെങ്ങും വരാൻ പോകുന്ന പ്രലോഭനത്തിന്റെ മണിക്കൂറിൽ നിന്ന് ഞാനും നിന്നെ കാക്കും. ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് മുറുകെ പിടിക്കുക. ഈ ഫിലാദൽഫിയ എന്ന് പറയുന്ന സഹോദര സ്നേഹം, ഈ പേര് വരാൻ കാരണം അത് ഈ പെർഗാമസിലെ രാജാവായ അറ്റാലോ രണ്ടാമനാണ് സ്ഥാപിച്ചത്. അപ്പം എൻ്റെ സഹോദരനോടുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ പേരൊക്കെ ഇടുക, ഫിലാദൽഫിയ സഹോദര സ്നേഹം എന്നുള്ള പേരൊക്കെ ഇടും. അപ്പൊ ഈ സ്നേഹം എന്നുള്ള പേര് തന്നെ നിനക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭയെ കാര്യമായി കുറ്റം പറയുന്നതോ ശാസിക്കുന്നതോ നമ്മൾ കാണില്ല. നീ ഇപ്പോൾ ഉള്ളതുപോലെ പിടിച്ചു നിൽക്കാനാണ് ഫിലാദൽഫിയയിലെ സഭയോട് പറയുന്നത്.
എന്നിട്ട് ആലയത്തിൽ സ്തംഭമാക്കും. അവൻ പിന്നെ ഒരിക്കലും പുറത്തു പോകുകയില്ല. അവന്റെ മേൽ എന്റെ ദൈവത്തിന്റെ നാമവും സ്വർഗത്തിൽ നിന്ന് എന്റെ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ജെറുസലേമാകുന്ന ദൈവനഗരത്തിന്റെ നാമവും ഞാൻ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ അവസാനിക്കും. ഇനി അവസാനത്തെ സഭ, 7ാമത്തെ സഭ ലവോദീക്കയിലെ സഭയാണ്. ഇത് ഇച്ചിരി ശ്രദ്ധേയമായി കേൾക്കേണ്ടതാണ്. ലവോദീക്കയിലെ സഭ ഭയങ്കര പ്രസിദ്ധമാണ്. സഭയല്ല, ലവോദീക്കിയ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രസിദ്ധമാണ്. അത് ഈ പറഞ്ഞ ഫിലാദൽഫിയയിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ വീണ്ടും തെക്കിഴക്കായിട്ട് സഞ്ചരിക്കുമ്പം ഈ സമയത്തും ഇത് വളരെ പ്രസിദ്ധമായ ഒരു വ്യവസായ വാണിജ്യ കേന്ദ്രമായിരുന്നു. അതുപോലെ ഒത്തിരി തുണിത്തരങ്ങൾ, കമ്പിളിയൊക്കെ കയറ്റുമതി ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ, അവർ മെഡിസിന്റെ കാര്യത്തിൽ എക്സ്പേർട്സ് ആയിരുന്നു. മെഡിസിൻ കാര്യത്തിൽ എക്സ്പേർട്ട് ആണ്. വലിയ അവരുടെ വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ പലതും ഇന്ന് പോലും എന്താ പറയാ ഒരു പരിഗണിക്കപ്പെടുന്നത്. ഇപ്പം ഗ്രീസിൽ നിന്ന് ഫിലോസഫിക്കൽ പുസ്തകങ്ങളൊക്കെ പരിഗണിക്കപ്പെടുന്നത് പോലെ തന്നെ പരിഗണിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പോലും ഇവരുടേത് ലവോദീക്കയിലേതുണ്ട് എന്നാണ്. ഇനി ഇതിനകത്ത് അവര് ഈ ഒഫ്താൽമോളജി എന്ന് പറയുന്ന കാര്യമില്ലേ, കണ്ണ് നേത്ര ചികിത്സ, ഇതിന്റെ എക്സ്പേർട്സ് ആയിരുന്നു. അന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന നേത്രരോഗ വിദഗ്ധരുടെ ഒരു സ്ഥലം ആയിരുന്നു അത്. അവരുടെ ചില മരുന്നുകളൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്നു. കണ്ണിൽ ഒഴിക്കുന്ന മരുന്നുകളൊക്കെ ഭയങ്കര പ്രശസ്തമായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു അത്. അവർ ഭയങ്കര സമ്പന്നരായിരുന്നു, ഭയങ്കര ശക്തരായിരുന്നു, ഈ പറഞ്ഞ വ്യവസായത്തിന്റെ ആൾക്കാരായിരുന്നു. 2 പ്രാവശ്യം വലിയ ഭൂമികുലുക്കം ഉണ്ടായിട്ട് അവിടെ മുഴുവൻ തകർന്നു പോയതാണ്. പക്ഷേ പുറത്തുനിന്ന് ആരുടെ സഹായമില്ലാതെ ഇവര് ഈ നഗരത്തെ പടുത്തുയർത്തിയിരുന്നു. അത്രയും മാത്രം ശക്തരായ സമ്പന്നരായ ആളുകളായിരുന്നു അവര്. എന്ന് മാത്രമല്ല, ഇവരുടെ ടെക്നോളജി ഭയങ്കര ഫേമസ് ആയിരുന്നു. വളരെ പ്രസിദ്ധമായ അന്നത്തെ കാലഘട്ടത്തെ ടെക്നോളജി എന്ന് വെച്ചാൽ അവരുടെ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജി അവരുണ്ടല്ലോ, ഒരു 10-30 കിലോമീറ്റർ അപ്പുറത്തുനിന്ന്, പിന്നെ 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ ഈ ടെറാക്കോട്ട പൈപ്പുകളില്ലേ, അങ്ങനത്തെ പൈപ്പുകൾ ഉണ്ടാക്കി, അന്നത്തെ കാലഘട്ടത്തിലാന്ന് ഓർക്കണം, പൈപ്പുകൾ ഉണ്ടാക്കി 10-30 കിലോമീറ്റർ ദൂരേന്നേ, നമ്മൾ വിചാരിക്കുന്നതല്ല, അവിടുന്ന് ഈ മറ്റേ ഈ ഭൂമികുലുക്കവും ഇതുണ്ടാവില്ലേ, ലാവ ഒക്കെയുള്ള സ്ഥലങ്ങളിലെ വെള്ളത്തിൽ ചൂടൊക്കെ ആയിരിക്കും. അപ്പൊ അവിടെ നിന്നൊക്കെയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ശേഖരിച്ചു കൊണ്ടുവരും. അത് ഇങ്ങനെ പൈപ്പുകൾ വഴി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ടെക്നോളജിയൊക്കെ അന്ന് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ലോകം മുഴുവൻ അത്ഭുതത്തോടെ കണ്ടിരുന്ന ഒരു നാടായിരുന്നു അത്. കൊണ്ടുവരിക മാത്രമല്ല, 2 പാരമ്പര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഇതാണ്, ഇവർ ഈ 2 വെള്ളത്തെ നഗരത്തിന്റെ കവാടത്തിൽ കൊണ്ടുവന്ന് മിക്സ് ചെയ്യും. തണുത്ത വെള്ളവും ചൂടുവെള്ളവും കൊണ്ടുവന്ന് മിക്സ് ചെയ്യും. എന്നിട്ടാണ് അത് അവർ ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നും ഒരു പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ നല്ല തണുത്ത വെള്ളം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പൈപ്പിലൂടെ വന്ന് അത് ചൂടായി ഒരുമാതിരി വാട്ടവെള്ളം എന്ന് നമ്മൾ പറയില്ലേ, തിളച്ചുമില്ല തണുത്തുമില്ല, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് കിട്ടിയിരുന്നത്. അപ്പൊ അത് നേരിട്ട് കുടിക്കാതെ ആളുകൾ ഇത്തിട്ട് തുപ്പിക്കളയുമായിരുന്നു എന്ന് പറയുന്നു. ഈ ഇത്രയും ടെക്നോളജി വഴി വെള്ളം കൊണ്ടിരുന്നു. വെള്ളം അവിടെ ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. അതിന്റെ ബുദ്ധിമുട്ട് അവർ അനുഭവിച്ചിരുന്നു. പക്ഷെ കൊണ്ടിരുന്ന വെള്ളം നേരിട്ട് കുടിക്കാൻ കഴിയാത്ത പോലത്തെ ഒരുമാതിരി വാടിയ വെള്ളമായിരുന്നു. കാരണം പൈപ്പിലൂടെ ഇങ്ങനെയൊക്കെ വന്നിട്ട് അപ്പൊ തുപ്പിക്കളയൊക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. ഇനി നമ്മൾ ഇത് വായിച്ച് കേൾക്കണം. ലവോദീക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനും സാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്നവൻ എന്ന ആമേൻ ഇപ്രകാരം പറഞ്ഞു. അങ്ങനെ തന്നെ ഇങ്ങനെ പറയുന്നു: നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. നിങ്ങൾക്ക് കിട്ടുന്ന വെള്ളം പോലെ തന്നെയാണ് നിന്റെ സ്വഭാവം. നിനക്ക് തണുപ്പും ഇല്ല ചൂടില്ല, തീക്ഷ്ണതയില്ലാത്ത സഭ എന്നാണ് അതിന്റെ അർത്ഥം. ഏതാണ്ട് ആധുനിക സഭ നമ്മളൊക്കെ പലപ്പോഴും ഏതാണ്ട് അതുപോലെയാണ്. നമ്മളിങ്ങനെ ഉള്ളതൊക്കെ ആയിട്ട് വെച്ചങ്ങനെ സുഖമായിട്ടൊക്കെ ജീവിച്ചു പോകുക എന്നല്ലാണ്ട് തീക്ഷ്ണതയോടെ സുവിശേഷം പ്രഘോഷിക്കാൻ പോവുകയോ, ഇനി ആരെങ്കിലും വെച്ച് തീക്ഷ്ണത കാണിക്കാന്ന് വെച്ചാൽ നിനക്ക് എന്താണ് ഇത്ര ഇതുകൊണ്ട് കുറച്ച് വിവേകമൊക്കെ ഉപയോഗിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന പരുവത്തിലാണ്. നീ ചൂടോ തണുപ്പോ ഉള്ളവനല്ല. നീ തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കും. നിനക്ക് എന്തെങ്കിലും ഒന്നുകിൽ തീക്ഷ്ണത അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ, ഏതായാലും കുഴപ്പമില്ല. നീ എല്ലാത്തിനും ഒരു സമരസപ്പെടുത്തി ഇങ്ങനെ അങ്ങ് പോകും. എന്നൊക്കെ പറയും. എല്ലാം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല. ഇതാണ് വെളിപാട് പുസ്തകം ഉയർത്തിപ്പിടിക്കുന്ന ശാസിക്കുന്ന ഏറ്റവും വലിയ തിന്മ. അതാണ് എന്ന് വെച്ചാൽ മന്ദോഷ്ണത. എന്നിട്ട് എന്താണ് പറയുന്നത്? നീ ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയാൻ പോകും. നിങ്ങളൊക്കെ ചെയ്യണ പോലെ ഈ വെള്ളം എടുത്തിട്ട് കുടിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് തുപ്പിക്കളയണ പോലെ നിനക്കും ചൂടും തണുപ്പും ഇല്ലാത്തത് കൊണ്ട് നിന്നെ ഞാൻ തുപ്പിക്കളയാൻ പോകുന്നു എന്ന് മിശിഹ അവരോട് പറയുകയാണ്. എന്തെന്നാൽ ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനായി, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. നിങ്ങൾക്ക് അവിടെ ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. നിന്റെ സഭ മൊത്തത്തിൽ സമ്പന്നരുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ് അവിടെ. ഇതെല്ലാം ഉണ്ട്, നിനക്കൊരു കുറവുമില്ല എന്ന് നീ പറയുന്നു. എന്നാൽ നീ അവശനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. നോക്കുക, നിനക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, പക്ഷേ ആത്മാവിൽ നീ അവശനാണ്, നീ ദയനീയനാണ്, ദരിദ്രനാണ്, അന്ധനാണ്, നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം
എൻ്റെ അടുത്തുനിന്ന് മേടിക്കുക. ഓരോന്നോരോ കൂട്ടിച്ചേർത്തിട്ട വാചകം മുറിച്ച് പറയുന്നതേ ഉള്ളൂ. അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം, ഉരുക്കിയ സ്വർണം, അത് യഥാർത്ഥത്തിൽ ദൈവകൃപയെ സൂചിപ്പിക്കുന്നതാണ്. മിശിഹായെ തന്നെ സൂചിപ്പിക്കുന്ന, അതായത് കുരിശു മരണത്തിലൂടെ ഉദ്ധാനം ചെയ്തവൻ. ശുദ്ധി വരുത്തിയ സ്വർണം, നീ എന്നിൽ നിന്ന് എൻ്റെ കൃപകൾ നീ പ്രാപിക്കുക, നീ സമ്പന്നനാകാൻ. അല്ലാണ്ട് നിന്റെ കയ്യിലുള്ള കാശ് കൊണ്ടല്ല നീ സമ്പന്നനാകുന്നത്. രണ്ടാമത്തത്, നഗ്നതയുടെ നാണം വെളിവാകാത്ത വിധം ധരിക്കാൻ എന്ന് വെച്ചാൽ അവരാണ് ഏറ്റവും കൂടുതൽ കമ്പിളി വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്നവർ. അവരോട് പറയുകയാണ്, നാണം വെളിവാകാത്ത വിധം ധരിക്കാൻ ധവളവസ്ത്രങ്ങൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുക. എൻ്റെ അടുത്ത് വെള്ളവസ്ത്രം വാങ്ങുക. വെള്ളവസ്ത്രം വിശുദ്ധിയുടെ വസ്ത്രമാണ്. എന്നിൽ നിന്ന് നീ വിശുദ്ധി വാങ്ങുക, അല്ലെങ്കിൽ നീ നഗ്നനായിരിക്കും. മൂന്നാമത്തത്, കാഴ്ച ലഭിക്കാൻ കണ്ണിൽ എഴുതാനുള്ള ലേപനവും എന്നോട് വാങ്ങുക. കണ്ണിൽ എഴുതാനുള്ള ലേപനം, അഞ്ജനം, നീ എന്നിൽ നിന്ന് വാങ്ങുക. നീ അവിടെ വലിയ ഒഫ്താൽമോളജി ഒക്കെയാണ്, നിനക്ക് ഇഷ്ടം പോലെ കണ്ണ് സുഖമാക്കാനുള്ള മരുന്നൊക്കെ ഉണ്ട്, നീ ഭയങ്കര ഫേമസ് ആണ് അക്കാര്യത്തിൽ. പക്ഷെ നീ ശരിക്കും കാണേണ്ടത് കാണുന്നില്ല. ദൈവത്തിന്റെ മഹത്വം നീ കാണുന്നില്ല. സ്വർഗരാജ്യത്ത് എന്ന ദൈവിക രഹസ്യങ്ങൾ കാണുന്നില്ല. നീ വെറും ഈ ഭൗമിക കാര്യങ്ങളിൽ കണ്ണുടക്കി കിടക്കുന്നു. അതുകൊണ്ട് കണ്ണിൽ എഴുതാനുള്ള മിസ്റ്റിക്കൽ വിഷന് വേണ്ടിയുള്ള കണ്ണിൽ എഴുതാനുള്ള അഞ്ജനം, അത് ആത്മാവാണ്, പരിശുദ്ധാരൂപിയാണ്. അത് നീ എന്നിൽ നിന്ന് വാങ്ങുക. ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാകുക, മാനസാന്തരപ്പെടുക. ഇതാണ് ശക്തമായി ഈ ലൗദീക്കയിലെ സഭയോട് പറഞ്ഞു. നീ മാനസാന്തരപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? നീ തീക്ഷ്ണതയുള്ളവനാകാൻ വേണ്ടിയാണ്. എന്നിട്ട് വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാചകം പറയുന്നത് ഈ പറഞ്ഞ ലൗദീക്കയിലെ സഭയോടാണ്. അതിതാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. വളരെ പ്രസിദ്ധമായ ഒരു പടമാണ്. ഇങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു റാന്തലും പിടിച്ചുകൊണ്ട് ഈശോ വന്ന് വാതിൽക്കൽ മുട്ടുന്ന ഒരു ചിത്രം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. അത് ഈ വെളിപാടിന്റെ വാചകത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച ചിത്രമാണ്. ആ ചിത്രത്തിന് അതിന് പ്രത്യേകതയുണ്ട്. അതിന് പുറത്തൊരു പിടിയൊന്നുമില്ല. എന്താണ് അതിന്റെ അർത്ഥം? അകത്തുനിന്ന് തുറന്നാൽ മാത്രമേ അകത്ത് കയറാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ ക്ഷണിച്ചാലും സ്വീകരിച്ചാലും അല്ലാതെ മിശിഹ നമ്മുടെ ഉള്ളിലേക്ക് വരികയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അഥവാ അതുകൊണ്ട് നമ്മൾ ക്ഷണിക്കണം മിശിഹായെ, നമ്മൾ തീക്ഷ്ണതയുള്ളവരാകണം എന്നാണ്. ഞാൻ അവനോടത്ത് വസിക്കും. ഇത് ഈശോ സുവിശേഷങ്ങളിലൊക്കെ സംസാരിച്ച കാര്യമാണ്. ഞാൻ അവനോടത്ത് വസിക്കും, ഞാൻ എന്നിലും അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിലുള്ള അതേ കാര്യമാണ്. ഞാൻ അവനോടൊത്തും അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം ഭരിക്കുന്നവന് ഞാൻ വിജയം ഭരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും, എൻ്റെ കൂടെ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇങ്ങനെയാണ് 7 സഭകളോട്. ഞാൻ ഒരു 20 മിനിറ്റ് കൂടുതൽ എടുത്തെന്ന് എനിക്കറിയാം, അതങ്ങ് പറഞ്ഞു തീർത്താണ്. അത് എല്ലാം കൊണ്ട് ഒരുമിച്ച് പറഞ്ഞാലാണ് ഇതെല്ലാം ഒരേ പാറ്റേണിലുള്ളതാണല്ലോ എന്ന് മനസ്സിലാകും. എല്ലാ സഭകളും കടന്നു പോകുന്നത് സമാനമായ പ്രതിസന്ധികളാണ്. എന്നാൽ ഓരോരുത്തർക്കും അവരുടേതായ കൾച്ചറലായിട്ടുള്ള കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള പരാധീനതയുണ്ട്. ഇതെല്ലാം കർത്താവായ മിശിഹ കാണുന്നുവെന്നും മാനസാന്തരത്തിന് നമ്മളെ ആഹ്വാനം ചെയ്യുന്നുവെന്നും നമ്മിലുള്ള നന്മകളെ ദൈവം തിരിച്ചറിയുന്നുവെന്നും ആ നന്മകൾ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും എന്നാൽ തിന്മകളിൽ നിന്ന് അകലുകയും ചെയ്ത് നമ്മൾ മുന്നോട്ട് വളരണം, കുതിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ഈ സഭകൾക്കുള്ള കത്തുകളിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഈ കത്തുകൾ അത് സഭകൾക്കും വ്യക്തികൾക്കും ആത്മപരിശോധനയ്ക്കുള്ള കത്തുകളാണ്. ഇതിൽ പല സഭകളും, മിക്ക സഭകളും തന്നെ അവര് കർത്താവ് ആഹ്വാനം ചെയ്തതുപോലെ വളരാത്തതിനാലും ഒപ്പം പുറത്തുനിന്നുണ്ടായ പീഡനങ്ങൾ കൊണ്ടും ഇസ്ലാമിക് അധിനിവേശങ്ങൾ പോലെയുള്ള വലിയ തിന്മകൾ കൊണ്ടുമൊക്കെ മരിച്ചു പോകാൻ, ഇല്ലായ്മ ചെയ്യപ്പെടാനായിട്ടൊക്കെ ഇടവരികയും ചെയ്തിട്ടുണ്ട്. അതും നമുക്കും പാഠമാണ്. നമുക്ക് തീക്ഷ്ണതയില്ല എങ്കിൽ, നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ, പിന്തിരിയുന്നില്ല എങ്കിൽ നമ്മൾ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും കൂടെ ഈ ചരിത്രം നമുക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു 10 മിനിറ്റ് സമയം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യോത്തര വേളയിലേക്ക് പ്രവേശിക്കുന്നത് അച്ഛൻ ദൈവാവിഷ്കരണവും വിശുദ്ധ ഗ്രന്ഥവും എന്ന പേരിലെ ബഹുമാനപ്പെട്ട അരൺ കലമറ്റത്തിൽ അച്ഛൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ചുള്ള ഒരു ചെറിയൊരു സൂചന അത് അച്ഛൻ ഒന്ന് പങ്കുവയ്ക്കാമെങ്കിൽ ഉപകാരമായിരുന്നു. പ്രത്യേകിച്ച് ഇതിനെ കുറിച്ച് പറയാനില്ല. അതായത് വിശുദ്ധ ഗ്രന്ഥം എന്താണ്, അതിന്റെ പാരമ്പര്യം എന്താണ്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, പ്രൊട്ടസ്റ്റന്റുകാരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നം എന്താണ്, ഇങ്ങനെ തുടങ്ങി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെയാണ്. അങ്ങനെ കുറച്ച് ഇച്ചിരി പടങ്ങളൊക്കെ ആയിട്ട്
ഇങ്ങനെ ഒരു പുസ്തകമാണ്. വചനം പഠിക്കാൻ ബൈബിൾ മാത്രം മതിയോ, ഇങ്ങനെ നമുക്ക് ഒരു 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 കാറ്റഗറ്റിക്കൽ പർപ്പസിന് ഉപയോഗിക്കാനും ദൈവനിവേശനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ തുടങ്ങുന്ന അടിസ്ഥാന വിശുദ്ധ ഗ്രന്ഥവും ദൈവിക വെളിപാടുമായി ബന്ധപ്പെട്ട, ദൈവം നമ്മളോട് സംസാരിച്ച അതിനെ മൊത്തത്തിലാണ് വെളിപാട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലിഖിതമായതാണ് വിശുദ്ധ ഗ്രന്ഥം. സഭയുടെ പാരമ്പര്യം അതിനെ ഹോൾഡ് ചെയ്യുന്നു. ഈ വക കാര്യങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം എന്താണ്, അതിന്റെ ബന്ധം എന്താണ് എന്നൊക്കെ തുടങ്ങുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു സിമ്പിൾ, നമുക്കൊരു ഹാൻഡ് ബുക്ക് പോലെ, ഒരു ചെറിയ കുഞ്ഞു ടെക്സ്റ്റ് ബുക്ക് പോലെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കുഞ്ഞു പുസ്തകമാണ്. ഒരു 8-9 പുസ്തകങ്ങൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനകത്തെ ആദ്യത്തെ ഇതാണ് മാത്രമാണ്. ഇവിടെ ഇത് പുസ്തകം മേടിക്കാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ബഹുമാനോട് അരുണച്ചന്റെ ക്ലാസ്സുകൾ ലഭിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകം നമുക്ക് സ്വീകരിക്കുന്നതും അച്ഛൻ പറഞ്ഞ പോലെ ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട്, ഒരു റെഫറൻസ് ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നതും, നമുക്ക് യൂട്യൂബിലൊക്കെ എപ്പോഴും ക്ലാസ് എടുത്ത് കാണുന്നതിനേക്കാളൊക്കെ ഒത്തിരി ഇതാണ് നമുക്കൊരു ബുക്ക് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനും ഈ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാർമൽ പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകങ്ങളെല്ലാം. ഞാൻ പറഞ്ഞ 9 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന കാർമൽ പബ്ലിക്കേഷൻസ് ആണ്. അപ്പൊ അവരുടെ ബുക്ക് സ്റ്റാളുകൾ വഴി കിട്ടും. പിന്നെ ബാക്കി എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, അല്ല അവരാ ചെയ്യുന്നത്. ഞാൻ കൊടുത്തു, എനിക്ക് കുറച്ച് കോപ്പി, ഒരു 10-15 കോപ്പി എനിക്ക് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചോദ്യോത്തരങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഈ 7 സഭകളിലും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്തത് വന്ന് ഇപ്പൊ അച്ഛൻ ആരംഭിച്ചിരിക്കുന്ന യൂക്കാന ക്ലാസ്സില് മതാധ്യാപകർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അച്ഛാ? ഓക്കെ. ഒന്നാമത്തേത് 7 സഭകളിലും വിശുദ്ധ യോഹന്നാന് പരിചയമുണ്ട്. 7 സഭകളും വിശുദ്ധ യോഹന്നാന്റെ കീഴിലുള്ളതെന്ന് പോലെ പറയാവുന്ന സഭകളാണ്. നമ്മൾ എഫെസോസ് എന്ന് പറഞ്ഞൊരു അതിരൂപത പോലെ. അങ്ങനെ യോഹന്നാന് വ്യക്തിപരമായ ബന്ധമുള്ള, പരിചയമുള്ള, സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് 7 സഭകളും. ഒത്തിരി സഭകൾ ഉണ്ടായിരുന്നു, അതിനകത്ത് 7 പെറുക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ, യൂക്കാനയ്ക്കകത്ത് മുതിർന്നവർക്ക് പങ്കെടുക്കാമോ എന്ന് ചോദിച്ചാൽ അതിന് എന്താണ് മറുപടി പറയുക? ശരിക്കും അത് കുട്ടികൾക്കുള്ളതാണ്. കുട്ടികളോടായിരിക്കും സംസാരിക്കുന്നത്, അവരുടെ ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുന്നത്. അവർക്ക് മാത്രമാണ് ചോദ്യോത്തരങ്ങൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ആയിരിക്കും അത് പോകുന്നത്. മുതിർന്ന ആൾക്കാർ അതിനകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാകേണ്ടതില്ല. ഇനി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്ത് ജോയിൻ ചെയ്യാം. പക്ഷെ അവര് പാസീവ് ഹിയറേഴ്സ് ആയിട്ട് ഇരിക്കുന്നതിനകത്ത് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാല് ഒന്നും മിണ്ടാതെ കേക്ക് മാത്രം ചെയ്യുന്ന പോലെ നിങ്ങളോടായിരിക്കില്ല സംസാരിക്കുന്നത്. ഇതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പ്രവാശബ്ദത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നതായിരിക്കും കേട്ടോ. അത് നേരിട്ട് കോൺടാക്ട് ചെയ്യാം, പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്ട് ചെയ്താൽ മതിയേ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് കൂടാം. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, അവർക്ക് വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ അവർക്ക് പകർന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനതിന് വേണ്ടാന്നൊന്നും പറയുന്നില്ല. കൂടുതൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അവരെ വേറെ ഏതെങ്കിലും ഒരു വിധത്തിൽ അങ്ങനെ നമുക്കതിനെ വേറെ എന്തെങ്കിലും ചെയ്യാം. അപ്പം പ്രവാശബ്ദത്തിന്റെ ടീമിനോട് കോൺടാക്ട് ചെയ്താൽ മതി ആ കാര്യത്തിനെ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. അറിയട്ടെ, ഇത് ഈ റെവലേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷേ എനിക്ക് ഈയിടെ ഒരു ഡിസ്കഷനിൽ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. അതായത് ഈ പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തില് 2-ാമത്തെ വാചകത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു വന്നു. എന്നാൽ 3-ാമത്തെ വാചകത്തില് കർത്താവിന്റെ ദൂതൻ 2-ാമത്തെ വാചകത്തില്, 3-ാമത്തെ വാചകത്തില് പിന്നെ അത് ദൈവം അവനെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് മധ്യത്തിൽ നിന്ന്. അല്ല, 4-ാമത്തെ വാചകത്തിൽ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ദൂതൻ എന്ന് പറയുന്നത് ഏതൊരു തിയോഫനി ആണോ? അത് ദൈവം തന്നെ ഒരു തിയോഫനി എന്ന് പറയാറില്ലേ? ദൂതനായിട്ട് വന്നതാണോ അതെയോ വേറെ ഒരു ഏഞ്ചലിലാണോ? പ്രാക്ടിക്കലി ഇതിനകത്തേ ഉള്ളൂ. പഴയ നിയമത്തിനകത്ത് ദൈവം അവർക്ക് നേരിട്ട് ദൃശ്യനായിരുന്നില്ലല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുഭവിച്ചിരുന്നത് പല വിധത്തിലാണ്. ചിലപ്പോൾ മേഘത്തിനകത്ത്, ചിലപ്പം വലിയ പ്രകാശത്തിനകത്ത്, ചിലപ്പോൾ ഒരു ദൂതനെ പോലെ. അവർക്ക് തന്നെ വർണ്ണിക്കാനോ വിവരിക്കാനോ കഴിയാത്ത തരത്തിലുള്ള ഒരു മിസ്റ്റിക്കൽ വിഷനാണ് പഴയ നിയമത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് പല പാരമ്പര്യങ്ങൾ കമ്പൈൻ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം ഇതിനകത്ത് ദൈവം സംസാരിച്ചു എന്നും ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു എന്നും ഒക്കെ പറയുന്നിടത്തൊക്കെ അവർ മീറ്റ് ചെയ്യുന്ന ഡിവൈൻ പ്രസൻസെ അർത്ഥമാക്കുന്നുള്ളൂ. ഡിവൈൻ പ്രസൻസ് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ദൈവം നേരിട്ട് വന്നാണ്, ഒരു ദൂതനെ അയച്ചതാണെന്നുള്ള അർത്ഥം പോലുമില്ല. പകരം ഈ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറയുന്നതിലൂടെ സംസാരിക്കുന്നത് ദൈവം തന്നെയാണ്. ഒരു ഹ്യൂമൻ ലാംഗ്വേജ് കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ദൂതൻ എന്നുള്ള പരാമർശമൊക്കെ കുറച്ചുകൂടെ പോപ്പുലറായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് കാണുകയൊക്കെ ചെയ്യുന്നത്. പ്രാക്ടിക്കലി ദൈവം തന്നെ സംസാരിച്ചു എന്നുള്ള അർത്ഥം മാത്രമേ അതിനുണ്ടാവുള്ളൂ.
ഈശ്വമിശായി സുഖായിടച്ച ഒന്ന് ഭൂമിയിലെ 1000 വർഷം സ്വർഗത്തിലെ ഒരു ദിവസവും ആണെന്ന് കണക്കാക്കുന്നതായിട്ട് എനിക്കൊരു അറിവ്. പിന്നെ രണ്ടാമത്തേതാണ് ഇപ്പൊ നമ്മുടെ ഒരു പൂർവികർ നമ്മുടെ ഒരു ബന്ധു മരിച്ചു പോയി എന്ന് വെച്ചോ, ഒരു സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ അവരോട് ഒരു നിയോഗം പ്രാർത്ഥിക്കുക. അപ്പൊ നിയോഗം സാധിച്ചു കിട്ടിയാൽ ഒരു സ്വർഗത്തിലാണോ എന്നാണ് എനിക്ക് ബോധ്യം. അപ്പൊ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം എന്ന് അറിയാൻ. ഈ രണ്ട് കാര്യങ്ങളും, പ്രത്യേകിച്ച് ആദ്യത്തേത് 1000 വർഷം ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. അല്ലാണ്ട് 1000 ദിവസം ആകുമ്പോൾ സ്വർഗത്തിൽ ഒരു ദിവസം ആകുന്ന പോലത്തെ ഒരു ചൊവ്വാഗ്രഹം അല്ല സ്വർഗം. അപ്പൊ അതുകൊണ്ട് 1000 ദിവസങ്ങൾ ഒരു ദിവസം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ദിവസ ദിന പ്രകൃതി സംവിധാനങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ദർ ഇസ് എറ്റേണിറ്റി, ഇവിടെ ഈ പറഞ്ഞ ടൈം എന്നാണ് ഇതിന്റെ സിമ്പിൾ അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ പോലത്തെ ഈ സമയപരിമിതികൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരാളല്ല എന്നും ഒക്കെയുള്ള അർത്ഥങ്ങളാണ്. അതായത് ദൈവത്തിന്റെ ലോകത്തെ, സ്വർഗത്തിന്റെ പ്രത്യേകതകളെയൊക്കെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന അനേകം പ്രതീകാത്മക പദങ്ങളിലൊന്നാണ് ഇത്തരം കമ്പാരിസൺ. 1000 വർഷം സ്വർഗത്തിൽ ഒരു ദിവസം പോലെയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇങ്ങനെ എന്താ പറയാ, ദൈവം അത്രമാത്രം നിത്യതയിൽ വസിക്കുന്നവനാണ്, എറ്റേണിറ്റിയിലുള്ളവനാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ മരിച്ചവര് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗവും ഒരു ടെക്നോളജിയും ദൈവം നമുക്ക് തന്നിട്ടില്ല. ഒരു ടെക്നോളജി തന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സൂത്രം ചെയ്തുകൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താനും ദൈവം ഉദ്ദേശിക്കുന്നില്ല. പകരം നമ്മളോട് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവര് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കാം എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അതിന് നമുക്ക് കൃത്യമായ അടയാളങ്ങളൊന്നും ദൈവം തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കാത്തത്? അത് നമ്മളിപ്പോൾ അറിയേണ്ട വിഷയവുമല്ല. അവര് കടന്നു പോകുന്നത് നമുക്ക് അഭൗമികമായ, നമുക്ക് അജ്ഞാതമായ ശുദ്ധീകരണ അവസ്ഥയിലൂടെയും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഏത് അവസ്ഥയിലാണ് എന്നറിയാനുള്ള ഏക മാർഗം കാനനൈസേഷനാണ്. ഒരാളെ പരിശുദ്ധ സഭ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആശങ്കപ്പെടുകയേ വേണ്ട, സ്വർഗത്തിലാണ്. അതുവരെ നമുക്ക് സ്വർഗത്തിലായിരിക്കാമെന്ന് പ്രതീക്ഷിക്കാം, ശുദ്ധീകരണ സ്ഥലത്തിലും ആകാമെന്നും ഓർക്കാം, നരകത്തിലാകാതിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കടമകൾ നമ്മൾ ചെയ്തുകൊണ്ട് കാത്തിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അല്ലാത്ത അടയാള സ്വീകരണങ്ങളൊന്നും ശരിയല്ല. നമ്മൾ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുകയും ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നവരെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനത്തെ തെറ്റായ ശീലങ്ങളും പ്രവണതകളും പഠനങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇടവരുത്താൻ പാടില്ല. ചിലപ്പോൾ ഒക്കെ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഏതൊരു ചാനലിന്റെ വീഡിയോയ്ക്കകത്ത് അങ്ങനത്തെ ഒരു പരാമർശം ഞാനും ശ്രദ്ധിച്ചായിരുന്നു. സ്വർഗത്തിലാണ് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആര് സ്വർഗത്തിൽ ആര് നരകത്തിലെന്ന് നമുക്കിപ്പോഴറിയാനുള്ള ഒരു മാർഗമില്ല. ആകെ മാർഗമുള്ള കാനനൈസേഷൻ മാത്രമാണ്. നമ്മൾ ഒരുപാട് 2 പറഞ്ഞതുപോലെ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈപിടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് 5-ാമത്തെ വചനം പറയാണല്ലോ, അല്ലെങ്കിൽ അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. അപ്പം ദൈവത്തിൽ പ്രതിപ്രവർത്തനമില്ലല്ലോ വാസ്തവത്തിൽ. റിയാക്ഷൻ ഗോഡ് നോ. അത് ഞാൻ ആ കൃപയിൽ നിന്ന് അകലുമ്പോൾ ദൈവം നഷ്ടപ്പെട്ട അവസ്ഥ എനിക്കുണ്ടാകുകയല്ല ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഇത് ഒരു ആലങ്കാരിക ഭാഷണമാണല്ലോ വെളിപാട് പുസ്തകത്തിൽ മുഴുവനും. അതായത് തെറ്റ് ചെയ്താൽ നിനക്ക് ശിക്ഷയുണ്ട് എന്നേ അതിന്റെ അർത്ഥമുള്ളൂ. അപ്പം ദൈവം മിശിഹ നമ്മളോട് വ്യക്തി എന്നതുപോലെ സംസാരിക്കുന്നു, സാധാരണ സംഭാഷണം എന്നതുപോലെ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ആ സംഭാഷണം ആണ്, ഈ ദർശനം ഒരു സംഭാഷണത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും, നീ എന്നെ ഇങ്ങനെ ചെയ്യണം എന്നുള്ള മട്ടിലുള്ള സംഭാഷണമൊക്കെ ഉള്ളത്. ഇത് യഥാർത്ഥത്തിൽ യോഹന്നാന്റെ വെളിപാടാണ്. യോഹന്നാനാണ് മിശിഹ അങ്ങനെ ചെയ്യും എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നത്. പ്രബോധനപരമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ റിയാലിറ്റി അതിന്റെ കോറിൽ ഇപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെയാണ്, ദൈവം വന്നിട്ട് ചെയ്യാത്തവരെ വന്ന് ശിക്ഷിക്കുകയല്ല, അവരുടെ ആ പ്രവൃത്തികൾ തന്നെ അവർക്ക് ശിക്ഷാർഹമായി മാറുകയാണ്. അഥവാ ആ പ്രവൃത്തികളിലൂടെ അവർ ആ ശിക്ഷ ഏറ്റെടുക്കുമെന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റുവാങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ആലങ്കാരികമായി സംസാരിക്കുന്നതാണ്. ഇപ്പം ഒരു രാജാവ് നന്മ ചെയ്യുന്നവന് സമ്മാനം കൊടുക്കുകയും തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ദൈവം നിന്റെ പ്രവൃത്തിയോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നീ നന്മ പ്രവൃത്തിയോട് ചേർത്ത് നന്മ വെച്ചിട്ടുണ്ട്, തിന്മപ്രവൃത്തിയോട് ചേർത്ത് ശിക്ഷയും ഉണ്ട്. അപ്പൊ നീ അതാ എടുക്കുന്നത്, നിനക്കത് കിട്ടും, ദൈവം തന്നപോലെ ഇരിക്കും എന്നുള്ള പൊതു സാമാന്യബോധം ഉണ്ടല്ലോ, അതിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങ് സഭകളോട് സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു.
ഓരോ സഭകളോടും അങ്ങ് സംസാരിക്കുന്നു. എല്ലാ സഭകളെയും ഒരുപോലെ കരുതുന്നു. അങ്ങയുടെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിൽ ഓരോ വ്യക്തിസഭകൾക്കുള്ളിൽ ഉള്ളവരാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട തീക്ഷ്ണതയെക്കുറിച്ചും ഞങ്ങൾക്ക് ഉണ്ടാകേണ്ട ആദിമ സ്നേഹത്തെക്കുറിച്ചും അതിലേക്ക് തിരിച്ചു പോകേണ്ടതിനെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗ സൗഭാഗ്യത്തെക്കുറിച്ചും ഒക്കെ സഭകളോട് അങ്ങയുടെ ദൂതൻ സംസാരിക്കുന്നത്, അങ്ങ് തന്നെ സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടു. നല്ല ഈശോയെ, ഞങ്ങളുടെ ആത്മീയ പരിചിന്തനത്തിനും ഞങ്ങളുടെ സഭകളുടെ ശുദ്ധീകരണത്തിനും വളർച്ചയ്ക്കും തീക്ഷ്ണതയ്ക്കുമൊക്കെ ഈ സഭകൾക്കുള്ള കത്തുകൾ വലിയ മാർഗനിർദ്ദേശങ്ങളായിട്ട് മാറാൻ കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. പരിശുദ്ധ സഭയെ മുഴുവനും, ഓരോ വ്യക്തിസഭകളെയും, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ വചനം സ്വീകരിക്കുന്ന മാമോദിസയുടെ തീക്ഷ്ണതയിലേക്ക് വീണ്ടും കൊണ്ടുപോവുകയും ചെയ്യണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. അരുണച്ചനിലൂടെ നമുക്ക് ലഭിക്കുന്ന സത്യവിശ്വാസത്തിന്റെ പ്രബോധനങ്ങളെ ഓർത്ത് കർത്താവിന്റെ കരുണയാണ് അച്ഛനിലൂടെ നമുക്ക് ചൊരിയപ്പെടുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. പ്രത്യേകിച്ച് ഒരേ സമയം ദൈവശാസ്ത്രവും ചരിത്ര പഠനവും വിശ്വാസ നവീകരണത്തിനുള്ള കാര്യങ്ങളും സുവിശേഷ പ്രഘോഷണവും ഉൾപ്പെടെ ഒരു ക്ലാസ്, ഒരു മണിക്കൂർ ക്ലാസ്സും അതിനുശേഷമുള്ള ഒരു ക്വസ്റ്റ്യൻ സെഷനും പൂർത്തിയായി കഴിയുമ്പോൾ വിശ്വാസത്തെ എത്രമാത്രം നവീകരിക്കണം എന്നുള്ള ഒരു ചിന്തയൊക്കെ എപ്പോഴും ലഭിക്കാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ പ്രവാസത്തിനും ടീമും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് എഫെസസിലെ സഭയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാസത്തില് മന്ദതയുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, മടങ്ങുന്നതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നമുക്കും വലിയൊരു ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. അച്ഛനിലൂടെ ലഭിക്കുന്ന വിശ്വാസ രഹസ്യങ്ങൾ, വിശ്വാസ സത്യങ്ങൾ അത് കലർപ്പില്ലാതെ നമുക്ക് ലഭിക്കുന്നു. അത് 99 കഴിഞ്ഞ ഒരു 4 വർഷത്തിലധികമായി നമുക്ക് ലഭിക്കുന്നു. അത് 100ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. കർത്താവാണ് നമുക്കിതെല്ലാം ഒരുക്കി നൽകുന്നത്. കർത്താവിന്റെ അനന്തമായ സ്നേഹമാണ് നമ്മളോട് അരുണാചലിലൂടെ, അച്ഛന് സമയക്രമീകരണങ്ങളിലൂടെ, അച്ഛന് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അച്ഛന് നമുക്ക് ലഭിക്കുന്നത് ഈശോയുടെ വലിയൊരു സ്നേഹമാണ്. നമുക്ക് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാം. നമുക്ക് ബഹുമാനപ്പെട്ട അരുണാച്ചന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കുകയും വരും ക്ലാസ്സുകളിലേക്ക് നമുക്ക് അച്ഛന് വേണ്ടി ഒത്തിരി പ്രാർത്ഥനയോടെ ത്യാഗത്തോടെ കടന്നു വരികയും ചെയ്യാം. 100ാമത്തെ ക്ലാസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ബഹുമാനപ്പെട്ട അരുണാച്ച, അച്ഛനിലൂടെ ലഭിക്കുന്ന വിശ്വാസത്തിന്റെ, സത്യവിശ്വാസത്തിന്റെ പ്രബോധനങ്ങൾ അത് ലഭിക്കുന്നത് ഒത്തിരി അനുഗ്രഹമായി മാറുന്നു. ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ യുക്യാന കോഴ്സിന്റെ ഉദ്ഘാടന വേളയിൽ അഭിനന്ദ പിതാക്കന്മാരെ അരുണാച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ അഭിനന്ദ പിതാക്കന്മാര് പറഞ്ഞതിനേക്കാളൊക്കെ അപ്പുറത്ത് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹമാണ് അച്ഛന്റെ ക്ലാസ്സുകൾ എന്ന് തിരിച്ചറിയുന്ന പ്രവാസശബ്ദം കൂട്ടായ്മയുടെ പേരിലും ഇപ്പോൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അതിനേക്കാളൊക്കെ ഒത്തിരി ഉപരിയായിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളും അച്ഛൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നായിരിക്കാം. അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നതിനുള്ള തിരക്കുണ്ട്. നമുക്ക് പ്രാർത്ഥനയിൽ ഒന്നായിരിക്കാം. അടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.